നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി.വി. അൻവറിന് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിയില്ല. സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു സെറ്റ് പത്രിക വരണാധികാരി തള്ളി. എന്നാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നൽകിയ പത്രിക അംഗീകരിച്ചു. നടപടി പുനഃപരിശോധിക്കണമെന്ന് പി.വി. അൻവർ ആവശ്യപ്പെട്ടു. വിപിൻ സി വിജയൻ നിലമ്പൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. വിപിൻ, ഇപ്പോഴും ഇതിലെ പുനഃപരിശോധന ആവശ്യപ്പെട്ടുള്ള പി.വി. അൻവറിന്റെ ആവശ്യം അല്ലെങ്കിൽ ആ അപേക്ഷ കമ്മീഷന് മുന്നിലുണ്ടോ, വരണാധികാരിക്ക് മുന്നിലുണ്ടോ? അതിൽ എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ? വിപിനിലേക്ക് വരാൻ ഇപ്പോൾ പി.വി. അൻവർ പ്രതികരിക്കുന്നുണ്ട്. കൊടുത്തത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ അതിനൊരു ചിഹ്നം അനുവദിക്കും. ആ ചിഹ്നത്തിൽ മത്സരിക്കും. ഈ ചിഹ്നത്തിനോ പി.വി. അൻവറിനോ ഒന്നും ഒരു പ്രസക്തിയും ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലില്ല. അവിടെ ജനങ്ങളും ഈ പറയുന്ന ജനവിരുദ്ധരുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ്. അവിടെ പിണറായിസത്തിനെതിരെയുള്ള ഏറ്റുമുട്ടലാണ്. പിണറായിസത്തിന് വേണ്ടി ജീവിതം കൊടുത്ത വ്യക്തിയാണ് ഞാൻ. അത് ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അപ്പോൾ പിണറായിസത്തെ ആരാണ് ശക്തമായി എതിർക്കുന്നത്? ആ ശക്തമായി എതിർക്കുന്നവർക്ക് വോട്ട് നൽകാൻ ജനം അവിടെ കാത്തിരിക്കുകയാണ്. ഈ പറയുന്ന എനിക്കെതിരെയുള്ള ഒരു സ്ഥാനാർത്ഥി പിണറായിസത്തിൻ്റെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പിണറായിസം വിളമ്പാൻ മുന്നിൽ നിന്ന് നയിക്കുന്ന വ്യക്തിയാണ്. ഒന്ന് തെളിഞ്ഞ പിണറായിയാണ്, മറ്റൊന്ന് ഒളിഞ്ഞു നിൽക്കുന്ന പിണറായിസത്തിൻ്റെ വക്താവാണ്. ഈ പറയുന്ന പിണറായിസത്തിനെതിരെ പോരാടുന്ന സ്ഥാനാർത്ഥി, ഈ പിണറായിസത്തിനെതിരെ ഈ ഷൗക്കത്ത് ഒരു വാക്കെങ്കിലും ഉച്ചരിച്ചത് നിലമ്പൂരിലെ വോട്ടർമാർ കേട്ടിട്ടുണ്ടെങ്കിൽ അവരത് തിരിച്ചറിയും. ഒരു ഫേസ്ബുക്ക്, ലോകത്തുള്ള എല്ലാ കാര്യത്തിനും അദ്ദേഹം ഫേസ്ബുക്ക് ഇടും. ഈ മലപ്പുറത്ത് ഈ മനുഷ്യരെ ഈ കോലത്തിൽ പോലീസ് പീഡിപ്പിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ഈ പറയുന്ന രീതിയിൽ പ്രതികരിക്കാൻ ഒരു ഘട്ടത്തിലും അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹം CPM-ൻ്റെ എല്ലാ പരിപാടികളും, സാമൂഹ്യ സാംസ്കാരികം എന്നാണ് അതിൻ്റെ പേര്, നടത്തുന്ന എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന, പിണറായിസവുമായി ബന്ധപ്പെട്ട ആളുകളുമായി വളരെ വ്യക്തിബന്ധം പുലർത്തുന്ന, പിണറായിസത്തെ മറഞ്ഞു നിന്നുകൊണ്ട് താലോലിക്കുകയും ഈ നാട്ടിൽ ഇസ്ലാമോഫോബിയയാണെന്ന് RSSൻ്റെ നരേഷനോടൊപ്പം എക്കാലത്ത് നിന്നിട്ടുള്ള വ്യക്തിയാണ് എന്നതും നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങൾക്കറിയും. ആ ജനങ്ങൾക്ക് ആ മലയോര മേഖലയിൽ ഈ വന്യമൃഗശല്യത്തിൽ നിന്നും ആക്രമണത്തിൽ നിന്നും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഞാൻ നടത്തിയത്. മലപ്പുറം ജില്ലയിലെ പാവപ്പെട്ട മനുഷ്യരെ 1.25 ലക്ഷം ചെറുപ്പക്കാരുടെ പാസ്പോർട്ട് എടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കിയ സുജിത് ദാസിനെതിരെയാണ് ഞാൻ പോരാട്ടം നടത്തിയത്. ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരെയും RSSനോടൊപ്പം നിർത്തി തൃശ്ശൂർ പൂരം കലക്കി BJPയുടെ ദേശീയ നേതൃത്വം തലകുത്തി മറിഞ്ഞിട്ടും കേരളത്തിൽ ഒരു സീറ്റ് നേടാൻ കഴിയാത്ത BJPക്ക് തൃശ്ശൂരിൽ സീറ്റുണ്ടാക്കി കൊടുത്ത അജിത് കുമാറിനെതിരെയാണ് എൻ്റെ പോരാട്ടം. ഈ പോരാട്ടമൊക്കെ ആ മണ്ണിൽ നയിച്ചതാരാണെന്ന് കൃത്യമായി അറിയുന്ന സാധാരണക്കാരായ കേവല ബുദ്ധിയുള്ള മനുഷ്യരാണ് അവിടെ ഉള്ളത്. അവർ ഇതിൻ്റെ മുകളിലൊരു തീരുമാനമെടുക്കും. അതുകൊണ്ട് അൻവറിൻ്റെ ചിഹ്നമോ അൻവറിൻ്റെ ഫോട്ടോയോ ഒരു പ്രസക്തിയും ഈ തെരഞ്ഞെടുപ്പിലില്ല. പിണറായിസത്തിനെതിരെ നടത്തിയ പോരാട്ടം ആരാണ്? അവരോടൊപ്പം നിൽക്കുക എന്ന പൊതുജനവികാരമാണ് നിലമ്പൂരുള്ളത്. ആ ജനവികാരം, ആ ജനത അവിടെ ജയിക്കും. ആ ജനതയെ തള്ളിക്കളഞ്ഞ, ആ ജനതയുടെ ഒരു വിലയുമില്ലാതെയാക്കിയ ആളുകളെ അവിടെ ജനം പാഠം പഠിപ്പിക്കും. ഞാൻ പറഞ്ഞല്ലോ, പി.വി. അൻവറിൻ്റെ ചിഹ്നമോ പി.വി. അൻവറിൻ്റെ ഫോട്ടോ ഒരു പ്രസക്തിയില്ല. ആര് ഈ പിണറായിസം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഉയർത്തി, അതിനാണ് പ്രസക്തി. ആരതിനെതിരെ പോരാടി, അതിനാണ് പ്രസക്തി. ആർക്കാണ് MLA-ഷിപ്പ് അതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടത്, അതിനാണ് പ്രസക്തി. ആരാണ് മലയോര കർഷകർക്ക് വേണ്ടി ജയിലിൽ പോയത്, അതിനാണ് പ്രസക്തി. ആ പ്രസക്തി ആ നാട്ടിലെ ജനം ഏറ്റെടുക്കും. അതിനെന്താ തർക്കം? പി.വി. അൻവർ പ്രതികരിക്കുകയായിരുന്നു. വിപിൻ സി വിജയൻ തുടരുന്നു. വിപിൻ, ഇതിൽ ഈ ആവശ്യം, അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിക്കാൻ അനുവദിക്കണമെന്നൊരാവശ്യം വരണാധികാരിക്ക് മുന്നിൽ പി.വി. അൻവർ വെച്ചിട്ടുണ്ട് എന്നാണല്ലോ കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പരിഗണിക്കാൻ ഇനി സാധ്യതയുണ്ടോ? ഈ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പത്രിക ഇപ്പോൾ തള്ളിയിട്ടുണ്ട്. അതിലൊരു പുനരാലോചന വരണാധികാരി നടത്തുമോ അൻവറിന്റെ ആവശ്യം പരിഗണിച്ച്? വിജയകുമാർ, അങ്ങനെ ഒരു നാമനിർദ്ദേശ പത്രികയുടെ ഒരു സെറ്റ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതിലിപ്പോഴും ഒരു വിശദീകരണം ഇനി വരേണ്ടതുണ്ട്. അപ്പോൾ
ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാർട്ടിയല്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇതിനു മുൻപുള്ള തിരഞ്ഞെടുപ്പുകളിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്. അതിൽ കൊൽക്കത്തയിലെ സംസ്ഥാന ഓഫീസിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷന്റെ മുൻപിലേക്ക് വരേണ്ടതുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിലൊരു പുനരാലോചന, അത് അക്കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു വിശദീകരണം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ പത്രിക മാറ്റിവെച്ചിരിക്കുന്നു. അതിലൊരു ക്ലാരിറ്റി കുറവുള്ളത് കൊണ്ട് അത് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനമായി പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. അങ്ങനെ ഒരു പത്രിക ഇനി തള്ളുകയാണെങ്കിൽ തന്നെ 2 പത്രിക സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായല്ല, മറിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഇനി ചിഹ്നം ഏതായിരിക്കും എന്നതിനെ സംബന്ധിച്ചിട്ടൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ അതിന്റെ ഒരു കൂടിയാലോചനകൾ നടക്കുകയും ചെയ്യും. പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ ഓഫീസിൽ വെച്ചാണ് ഈ സൂക്ഷ്മ പരിശോധന നടക്കുന്നത്. PV അൻവർ കഴിഞ്ഞ മണിക്കൂറുകളായി അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതിലൊരു തീരുമാനമായിട്ട് മാത്രം പിരിയാം എന്നുള്ളതിലായിട്ട് അദ്ദേഹം അവിടെ തന്നെ നിൽക്കുകയാണ്. ഇന്ന് രാവിലെ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ തന്നെ താൻ ഈ സൂക്ഷ്മ പരിശോധന നടക്കുമ്പോൾ അതിലൊരു അട്ടിമറി ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് താൻ ഇവിടെ വരുന്നത് എന്നുള്ളതായിരുന്നു പ്രതികരിച്ചിരുന്നത്. പറഞ്ഞതുപോലെ തന്നെ അതിലൊരു നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുന്നു. അതിലെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള പത്രിക ഇപ്പോൾ അത് സാധുവായിട്ടുണ്ട്, അത് സ്വീകരിച്ചിട്ടുമുണ്ട്. അദ്ദേഹം ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അത് തൃണമൂൽ കോൺഗ്രസിന്റെ ലേബലിലായിരിക്കുമോ എന്നുള്ളതാണ്, പത്രിക തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ഇപ്പോൾ പറയാൻ കഴിയുന്ന ഒരു കാര്യമുള്ളത്. ആദ്യം തന്നെ മമതാ ബാനർജി എന്തായാലും അതിൽ എന്താണ് ഇനി വരണാധികാരി തീരുമാനമെടുക്കാൻ പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും പത്രിക നിരാകരിച്ചിട്ടുണ്ട്, അത് പുനഃപരിശോധിക്കണമെന്ന് PV അൻവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഒരു തീരുമാനം വരണാധികാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. സമീർ ബിൻ കരീം കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സമീർ, ഇപ്പോൾ PV അൻവർ പറയുന്നത് എൻ്റെ ചിഹ്നമോ പാർട്ടിയോ മുഖമോ ചിത്രമോ ഒന്നുമല്ല, ഇവിടെ മറ്റു രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ചർച്ച. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാവാണ്. ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് നോമിനേഷൻ കൊടുത്തത്. ആ പാർട്ടിയുടെ നാമനിർദ്ദേശ പത്രികയാണ് അവിടെ നിരാകരിക്കപ്പെട്ടത്. അത് രാഷ്ട്രീയമായി ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടി തന്നെയാണ് എന്നത് വ്യക്തമാണ്. ഇനിയിപ്പോൾ പ്രതിപക്ഷ പ്രതിരോധ ജനകീയ കൂട്ടായ്മ എന്നൊരു മുന്നണിയൊക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാവാണ്. അപ്പോൾ കേരളത്തിലേക്ക് ആ പാർട്ടി കടന്നു വരുന്നത് PV അൻവറിലൂടെയാണ്. അവിടെയാണ് തെരഞ്ഞെടുപ്പിൽ അതിൽ മത്സരിക്കാനുള്ള നീക്കമാണ് ഇവിടെ ഇപ്പോൾ സാങ്കേതികമായി പരാജയപ്പെടുന്നത്. അപ്പോൾ അത് തിരിച്ചടിയല്ല എന്ന് പറയുമ്പോഴും അത് അദ്ദേഹത്തെ ബാധിക്കില്ലേ സമീർ? വിജയകുമാർ, ഇതുമായി ബന്ധപ്പെട്ട് PV അൻവർ പറയുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. ദേശീയ ഇലക്ഷൻ കമ്മീഷനുമായൊക്കെ തന്നെ സംസാരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് PV അൻവർ പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് തൃണമൂലുമായി ബന്ധപ്പെട്ടുള്ള പത്രിക തള്ളിയെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ PV അൻവറിന് പക്ഷേ ഈ തൃണമൂലിന്റെ ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയില്ല. അത് സ്വാഭാവികമായും ഒരു തിരിച്ചടിയായി തന്നെ മാറും. കാരണം അദ്ദേഹം തൃണമൂലിന്റെ ഒരു പ്രതിനിധിയായി മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചിഹ്നമില്ലാതിരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായ തിരിച്ചടിയാണ്. പക്ഷേ PV അൻവർ വ്യക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് തനിക്ക് ചിഹ്നമോ PV അൻവറിന്റെ മുഖമോ ഒന്നും തന്നെ പ്രശ്നമല്ല. നിലമ്പൂരിലെ ജനങ്ങൾക്ക് തന്നെ അറിയാം പിണറായി സത്തിനെതിരെയാണ് തന്റെ പോരാട്ടം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി സത്തിനെതിരെയാണ് ഇത്ര കാലം താൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിഹ്നമോ അല്ലെങ്കിൽ തന്റെ മുഖമോ ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. താൻ സംസാരിക്കുന്ന ആശയവും താൻ സംസാരിക്കുന്ന വിഷയമാണ് പ്രശ്നം. അതുകൊണ്ട് അതൊരു തരത്തിലും തിരിച്ചടിയായി മാറില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് PV അൻവർ വ്യക്തമാക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും ഈ വാഹനത്തിൽ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിന് ശേഷം മാത്രമേ നിലവിൽ ഈ സൂക്ഷ്മ പരിശോധന നടക്കുന്ന നിലമ്പൂരിൽ നിന്നും പെരിന്തൽമണ്ണ സബ് കളക്ടർ ഓഫീസിൽ നിന്നും മടങ്ങുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ ഇവിടെ നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഈ ഉപവരണാധികാരിയെ കണ്ട് സംസാരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അൻവർ വ്യക്തമാക്കുന്നത്. നമുക്ക് ആ പരിശോധന നടക്കുന്ന അങ്ങോട്ടേക്ക് നമുക്ക് നിലവിൽ പോകാനുള്ള ഒരു സാഹചര്യം നമുക്ക് നിലവിലില്ല. മാധ്യമങ്ങൾക്ക് അവിടെ അനുമതിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പുറത്ത് താഴെ ഭാഗത്ത് നിൽക്കുകയാണ്. അൻവറുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും അഭിഭാഷകരും ഒക്കെ തന്നുമായി ബന്ധപ്പെട്ട സംസാരം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ PV അൻവറിന്റെ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നത് പ്രധാനം തന്നെയാണ്. പക്ഷേ അത് തന്നെ ഒരു തരത്തിലും ബാധിക്കില്ല. തന്റെ മത്സരത്തെയോ തനിക്ക് ലഭിക്കുന്ന വോട്ടിനെയോ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളതാണ് PV അൻവർ വ്യക്തമാക്കുന്നത്. കാരണം താൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം അത് പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടമാണ്. താൻ മുന്നോട്ട് വെക്കുന്ന ആശയം അത് പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ തന്റെ ചിഹ്നമോ അല്ലെങ്കിൽ തന്റെ മുഖമോ ഒന്നും തന്നെ ഒരിക്കലും ഇതുമായി ബന്ധപ്പെട്ട് ബാധിക്കില്ല എന്നാണ്
അൻവർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇനി അൻവറിന്റെ സ്വതന്ത്രമായി മത്സരിക്കാനാണ് PV അൻവറിന് കഴിയുക. അതുകൊണ്ട് തന്നെ അത് ഏതൊരു ചിഹ്നമായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായും ഉറ്റുനോക്കുന്നത്. അത് പ്രധാനപ്പെട്ടതാണ് സമീർ. ചിഹ്നം പ്രധാനമാണ്. ഒപ്പം തൃണമൂൽ കോൺഗ്രസിന്റെ ബംഗാൾ ഘടകം അപ്പാടെ കേരളത്തിലേക്ക് വരും. മമതാ ബാനർജി വരും, അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വരും, പ്രചാരണത്തിന് വരും. അവരൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് അതിന് ഏകോപനത്തിനായി കേരളത്തിൽ എത്തുക എന്നായിരുന്നു നേരത്തെ PV അൻവർ പറഞ്ഞത്. ഇനിയിപ്പോൾ TMC സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇപ്പോൾ കേരളത്തിലേക്ക് പ്രചാരണത്തിനൊക്കെ വരുമോ, അവരുടെ പിന്തുണ എങ്ങനെയായിരിക്കും എന്നതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിൽ അൻവർ തന്നെ വിശദീകരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശം ആയുധമാക്കുകയാണ് ഒരിക്കൽ കൂടി കോൺഗ്രസ്. മലപ്പുറം വഞ്ചനയുടെ നാടല്ലെന്നും പരാമർശം മുഖ്യമന്ത്രി പിൻവലിക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ പരാമർശം ചൂണ്ടിക്കാട്ടി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയായിരുന്നു രമേശ് ചെന്നിത്തലയുടെയും പ്രതികരണം. അദ്ദേഹം ആരാണ് വഞ്ചകൻ എന്ന് എന്താ പറയാഞ്ഞേ? ജനങ്ങളെ മൊത്തം പറഞ്ഞോ? ഒരു മിനിറ്റ്. ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ വഞ്ചകരാണോ? നിലമ്പൂരിലെ ജനങ്ങളാണോ വഞ്ചകർ? ആരാ വഞ്ചകർ? അത് പിണറായി വിജയൻ പറയണേ. തുടർച്ചയായി മലപ്പുറത്തെ ജനങ്ങളെ അവഹേളിക്കുന്നതിന്റെ ഭാഗമാണിതെല്ലാം. മാർക്സിസ്റ്റ് പാർട്ടി, അതാണ് ഞാൻ അച്യുതാനന്ദന്റെ കാര്യം ഉൾപ്പെടെ പറഞ്ഞത്, അതിന്റെ ഒരു ഭാഗമാണ്. ഈ ജില്ലയിലെ ജനങ്ങളോട് ഇത്ര വലിയ അലർജിയുടെ കാര്യം എന്താ മുഖ്യമന്ത്രിക്ക്? ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും നിലമ്പൂരിൽ നിന്ന്. ദീപക്, KC വേണുഗോപാൽ മുഖ്യമന്ത്രിയുടെ ഹിന്ദുവിലെ വിവാദ അഭിമുഖം ചൂണ്ടിക്കാട്ടി ഇന്നലെ തുടങ്ങി വെച്ചു. രമേശ് ചെന്നിത്തല അതിൻ്റെ ചുവട് പിടിച്ച് അത് തുടരുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അജണ്ടയായി മലപ്പുറം പരാമർശം പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നിട്ടുള്ളതാണ് കേരള രാഷ്ട്രീയത്തിൽ. മുഖ്യമന്ത്രിയുടെ ആ അഭിമുഖവും അതിനെ തുടർന്നുണ്ടായ ചർച്ചകളും നമ്മൾ മറന്നിട്ടുണ്ടെങ്കിൽ അത് മറക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓർമ്മിപ്പിക്കുകയാണോ ഈ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രസ്താവനകളിലൂടെ? ദീപക്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുക എന്നുള്ള ശൈലിയായിരുന്നു ഇന്നലെ UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KC വേണുഗോപാൽ ചെയ്തത്. അതിന് അദ്ദേഹം പറഞ്ഞത് വഞ്ചനയുടെ കഥ പറയാൻ ആദ്യം മലപ്പുറത്തെ വഞ്ചിച്ചത് ആരാണ്? മലപ്പുറത്തിനെതിരെയല്ലേ ഹിന്ദുവിൽ അഭിമുഖം നൽകിയത്? മുഖ്യമന്ത്രി നേരത്തെ അത് തള്ളിയതാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് പരാമർശം പ്രസ്താവനയായി ഇറക്കിയതുമാണ്. പക്ഷേ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനം നടത്തിയത്. ആ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് തുടർച്ചയായി മലപ്പുറത്തെ വഞ്ചിക്കുന്ന ആൾ, അല്ലെങ്കിൽ മലപ്പുറത്തെ അവഹേളിക്കുന്ന ആൾ, അപമാനിക്കുന്ന ആളാണ്. അപ്പോൾ ഈ നിലമ്പൂരിൽ ഒരു വഞ്ചനയുടെ തുടർച്ചയായാണ് ഉപതെരഞ്ഞെടുപ്പ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇപ്പോൾ ആരാണ് വഞ്ചിച്ചത്? നിലമ്പൂരിലെ എല്ലാവരും വഞ്ചകരാണോ? അങ്ങനെയാണെങ്കിൽ PV അൻവറിൻ്റെ പേര് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള നിലയിൽ വളരെ കൃത്യമായി UDFിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ പ്രധാന അജണ്ടയായി മുഖ്യമന്ത്രിയാകുന്നു, മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമാകുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം വാര്യംകുന്നനെ വഞ്ചിച്ചതിനെ കുറിച്ച് കൂടി പറഞ്ഞിരുന്നു. അത്തരം വിഷയങ്ങളിൽ വഞ്ചനയിൽ കേന്ദ്രീകരിച്ച്, മലപ്പുറത്തിനെതിരായ പരാമർശത്തിൽ കേന്ദ്രീകരിച്ച് UDFിൻ്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ മാറി. അതിന് തുടക്കമിട്ടത് KC വേണുഗോപാൽ ഇന്നലെയാണെങ്കിൽ ഇന്നത് രമേശ് ചെന്നിത്തല ഏറ്റെടുത്തു എന്നുള്ളതാണ് ഈ UDF ക്യാമ്പയിൻ്റെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ പ്രധാന അജണ്ട. എന്തായാലും അതിൽ ദീപക് സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രചാരണ രീതിയിലേക്ക്, ആ വിഷയത്തിലേക്ക് ഒരിക്കൽ കൂടി കോൺഗ്രസ് നേതൃത്വം കടക്കുകയാണ്. ഇന്നലെ KC വേണുഗോപാൽ തുടങ്ങി VD സതീശൻ മുന്നോട്ട് കൊണ്ടുപോയി. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല അതിന് ഏറ്റുപിടിക്കുകയും ചെയ്തു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് UDF മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് അതുതന്നെ ആയിരിക്കുമെന്ന് ഇന്നലെയും ഇന്നും പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത് നിലമ്പൂരിൽ നിന്ന്. നിലമ്പൂരിൽ കോൺഗ്രസ് ലീഗ് തർക്കമെന്ന LDF ആരോപണം കൂട്ടത്തോടെ തള്ളി നേതാക്കൾ. കോൺഗ്രസും ലീഗും ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയ് പറഞ്ഞു. PV അൻവർ വിഷയത്തിൽ UDF ഒറ്റക്കെട്ടാണ് എന്നായിരുന്നു PMA സലാമിന്റെ പ്രതികരണം. വിവാദങ്ങൾക്കിടെ പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ ആര്യാടൻ ഷൗക്കത്തിനൊപ്പം വേദി പങ്കിട്ടു. മുൻപൊന്നും ഇല്ലാത്ത വിധം ലീഗും കോൺഗ്രസും ഒരു തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളും ഇല്ലാതെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ലീഗ് കോൺഗ്രസ് നേതാക്കൾക്ക് ഒരേ സ്വരം. ഇതിനിടെ ഉയർന്നുവരുന്ന വിവാദങ്ങളെ പാടെ അവഗണിച്ച് പ്രചാരണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നേതാക്കളും പ്രവർത്തകരും മുന്നോട്ടു പോകുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, എന്ത് വാർത്ത നിങ്ങൾ നെഗറ്റീവായിട്ട് കൊടുത്താലും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും,
നിങ്ങളുടെ വിശ്വാസ്യത പോകും. വലിയ ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി നിലമ്പൂരിൽ വിജയിക്കും. ഞങ്ങൾ ഓൾ സെറ്റാണ്. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പാലമായാണ് കോൺഗ്രസ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. അതിനാൽ KC വേണുഗോപാൽ ഔദ്യോഗിക കൺവെൻഷന് തുടക്കം കുറിച്ചതോടെ പ്രവർത്തകർ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പ്രചാരണ രംഗത്താണ്. ഇന്ന് പോത്തുകൽ മുണ്ടേരിയിൽ നിന്ന് പഞ്ചായത്ത് പര്യടനം ആരംഭിച്ചു. അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലയെ വർഗീയ ഒരു ജില്ലയാക്കി പലരും തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ, വർഗീയ ധ്രുവീകരണം കൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുമ്പോൾ വലിയൊരു ശക്തമായ മുന്നേറ്റമുണ്ടാക്കുവാൻ ഈ നിലമ്പൂർ നിയോജകമണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് അതിനൊരു ഭാഗമാക്കും, അതിനുള്ളൊരു സൂചനയായി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. ഇന്നു മുതൽ പ്രതിപക്ഷ നേതാവും മുസ്ലിം ലീഗ് നേതാക്കളും നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കും. PV അൻവറിനെ പൂർണ്ണമായും അവഗണിച്ച് മുന്നോട്ടു പോകാനാണ് തീരുമാനം. 24 നിലമ്പൂർ. UDFന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ കണ്ണുവയ്ക്കുകയാണ് NDA ക്യാമ്പ്. ക്രിസ്ത്യൻ സമൂഹത്തിന് BJPയോടുള്ള അവമതിപ്പ് മാറിയെന്ന് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് 24നോട് പറഞ്ഞു. NDA സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് നേതാവായിരുന്ന മോഹൻ ജോർജിനെ നിർത്തിയതിലൂടെ BJP ലക്ഷ്യമിടുന്നത് മലയോര ജനത എന്ന വോട്ട് ബാങ്കാണ്. ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ സ്വാധീനമുള്ള മോഹൻ ജോർജ് ആ വഴി തന്നെയാണ് ആദ്യഘട്ടത്തിൽ പ്രചാരണം നടത്തുന്നതും. ക്രിസ്ത്യൻ സമൂഹത്തിന് BJPയോടുള്ള അവമതിപ്പ് മാറിയെന്നും ഉടൻ സഭാധ്യക്ഷന്മാരെ നേരിൽ കാണുമെന്നും മോഹൻ ജോർജ് 24നോട്. കേരള കോൺഗ്രസ് ധാരാളം പേര് വരും. ഷാജു ചെറിയൻ സാർ നമ്മുടെ ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. അതേപോലെ തന്നെ ഒരുപാട് കേരള കോൺഗ്രസ്സുകാർ ഈ പാർട്ടിയിലേക്ക് കടന്നു വരും. കേരള കോൺഗ്രസ്സുകാർക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിന് BJPയുള്ള അവമതിപ്പ് മാറി. ഇപ്പൊ എല്ലാവരും BJPയിൽ ചേരുവാനായിട്ട് ശ്രമിക്കുകയാണ്. എല്ലാവരും അതിനുള്ള വഴി ഒരുക്കണമെന്നതിനോട് ആവശ്യപ്പെടുകയാണ്. DCC അധ്യക്ഷനും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയുമായിരുന്ന VV പ്രകാശിന്റെ വീട്ടിൽ മോഹൻ ജോർജ് സന്ദർശിച്ചു. ശേഷം നിലമ്പൂർ കോവിലകത്തും എത്തി. വരും ദിവസങ്ങളിൽ കൂടുതൽ സംസ്ഥാന നേതാക്കളും നിലമ്പൂരിലേക്ക് മോഹൻ ജോർജിന് വേണ്ടി വോട്ട് ചോദിച്ചെത്തും. ടീം 24 നിലമ്പൂർ. നിലമ്പൂരിലെ ഇടത് സ്ഥാനാർത്ഥി M സ്വരാജ് ഇന്ന് സ്വന്തം പഞ്ചായത്തായ പോത്തുകളിലൂടെയാണ് പര്യടനം നടത്തിയത്. ജന്മനാട്ടിലെത്തിയ സ്വരാജിന് മികച്ച സ്വീകരണമാണ് നാട്ടുകാർ ഒരുക്കിയത്. തെരഞ്ഞെടുപ്പിൽ ഒരു വർഗീയ ശക്തികളുടെയും പിന്തുണ വേണ്ടെന്ന് M സ്വരാജ് പറഞ്ഞു. പോത്തുകൽ പഞ്ചായത്തിലെ വെള്ളിമുറ്റം. സ്വരാജ് പഠിച്ച സ്കൂളിന് സമീപത്ത് സ്വീകരണം. എല്ലാവരും പരിചയക്കാർ. നാട്ടിൽ വോട്ട് ചോദിക്കലല്ല, പരിചയം പുതുക്കലാണ് ഇടതു സ്ഥാനാർത്ഥിക്ക് ഇന്നത്തെ ദൗത്യം. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ നാട്ടുകാരന് നല്ല വരവേൽപ്പ്. എല്ലാ നല്ല മനുഷ്യരുടെയും വോട്ട് വേണമെന്നും എന്നാൽ വർഗീയവാദികളുടെ വോട്ട് വേണ്ടെന്നും M സ്വരാജ്. അപ്പോൾ എല്ലാ വർഗീയവാദികളോടുമുള്ള അഭ്യർത്ഥന, നിങ്ങൾ ആ വർഗീയതയുടെ വിഷാംശത്തിൽ നിന്ന് വിമുക്തരായി നല്ല മനുഷ്യരായി മതനിരപേക്ഷ ചേരിയിലേക്ക് കടന്നു വരിക എന്ന അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. സ്വീകരണ കേന്ദ്രങ്ങൾക്കപ്പുറം നാട്ടുകാരോട് മത്സരകാര്യം നേരിട്ട് പറയാൻ വീടുകളിൽ കയറാനും സ്ഥാനാർത്ഥി മറന്നില്ല. 24 നിലമ്പൂർ. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ്. അങ്കമാലി ശബരി റെയിൽവേ പാത യാഥാർത്ഥ്യമാകാൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിൽ തീരുമാനം. കേന്ദ്ര വിദഗ്ധ സംഘം ഇതിനായി ഉടൻ കേരളത്തിലെത്തും. സിൽവർ ലൈൻ പദ്ധതി ചർച്ചയായില്ല എന്ന് മന്ത്രി V അബ്ദുറഹ്മാൻ പറഞ്ഞു. കേരളത്തിലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റെയിൽവേ വകുപ്പ് മന്ത്രിയായി ചർച്ച ചെയ്തത്. അതിൽ അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ കേന്ദ്ര വിദഗ്ധ സംഘം കേരളത്തിലെത്തുകയും അവിടെ ഒരു യോഗം ചേർന്നുകൊണ്ട് ഔദ്യോഗികമായി അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ, ഭൂമി ഏറ്റെടുക്കൽ ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിനീത VG വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, എന്തൊക്കെ വിഷയങ്ങളിലാണ് ഇന്ന് റെയിൽവേ മന്ത്രിയും മുഖ്യമന്ത്രിയും ധാരണയിലെത്തിയിരിക്കുന്നത്? അങ്കമാലി ശബരി റെയിൽപാത അതിൽ പ്രധാനമാണ്. നമ്മൾ കേരളത്തിൽ എത്രയോ പതിറ്റാണ്ടായി ഈ വിഷയത്തിൽ നടക്കുന്ന ചർച്ചകൾ കാണുന്നുണ്ട്. നമ്മൾ അതിൽ ഒരു ചുവട് മുന്നോട്ട് എന്നാണോ ഡൽഹിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ?
തീർച്ചയായും വിജയകുമാർ, കേരളത്തിന്റെ അത്തരത്തിലേക്ക് വലിയൊരു ആഗ്രഹം അത് യാഥാർത്ഥ്യമാകുന്നു എന്ന് തന്നെയാണ് അല്പസമയം മുൻപ് മന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കിയത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. മന്ത്രി വി അബ്ദുറഹ്മാൻ ഒപ്പം തന്നെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് എന്നിവരും ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ കേരളത്തിലെ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായത്. ആ ചർച്ചയിൽ പക്ഷേ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊന്നും തന്നെ ഇന്ന് ഉണ്ടായില്ല എന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ തീർത്ഥാടകരടക്കം ആവശ്യപ്പെടുന്ന അവരുടെ ഏറ്റവും വലിയൊരു പദ്ധതി തന്നെയാണ് ഈ അങ്കമാലി ശബരി റെയിൽപാത എന്നത്. അത് യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര വിദഗ്ധ സംഘം ഇതിനായി കേരളത്തിലെത്തുമെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. കേരളത്തിലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായത്. ഈ അങ്കമാലി ശബരി റെയിൽവേ പാത ജൂലൈയോടുകൂടി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇതിനായി പ്രത്യേക സംഘം കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം യോഗം ചേരുന്നതിന് ശേഷം ആ പ്രത്യേക സംഘം കേരളത്തിൽ സന്ദർശനം നടത്തും. ജൂലൈയോടുകൂടി ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വിജയകുമാർ, വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. സിൽവർ ലൈൻ പദ്ധതി ചർച്ചയായിട്ടില്ല, പക്ഷേ അങ്കമാലി ശബരി പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ് ഡൽഹിയിൽ നടന്ന ഈ ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി റെയിൽവേ മന്ത്രിയുമായി കണ്ടു. ഒരുപക്ഷേ കൂടുതൽ തീരുമാനം മുഖ്യമന്ത്രി തന്നെ ഇന്ന് അറിയിച്ചേക്കും. പ്രാഥമിക വിവരങ്ങളാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇപ്പോൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചത്. ഡോക്ടർ ബി അശോക് IAS തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷനായി നിയമിച്ചതിൽ സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി. നിയമനം കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ റദ്ദാക്കി. തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷനായി ഡോക്ടർ ബി അശോകിനെ നിയമിച്ച സർക്കാർ നടപടി നേരത്തെ കേന്ദ്ര ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തിരുന്നു. കേഡർ മാറ്റി നിയമിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്റെ സമ്മതപത്രം വേണമെന്ന മാനദണ്ഡം സർക്കാർ പാലിച്ചില്ലെന്നായിരുന്നു പ്രധാന ആരോപണം. കൃഷിവകുപ്പിന്റെ ചുമതലയിലിരിക്കെയാണ് ബി അശോകിനെ മാറ്റി നിയമിച്ചത്. നിയമനം സംസ്ഥാന ഡെപ്യൂട്ടേഷനിൽ തന്നെയുള്ള ട്രാൻസ്ഫർ എന്നായിരുന്നു സർക്കാരിന്റെ വിശദീകരണം. എന്നാൽ പുതിയ നിയമനത്തിന് മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന ഡോക്ടർ ബി അശോകിന്റെ വാദങ്ങൾ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗീകരിച്ചു. ഇതോടെയാണ് സർക്കാരിന് തിരിച്ചടിയേറ്റത്. ജസ്റ്റിസ് സുനിൽ തോമസ് അധ്യക്ഷനും വി രമ മാത്യു അംഗവുമായ ട്രൈബ്യൂണലായിരുന്നു കേസ് പരിഗണിച്ചത്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ഭാഷാ വിവാദത്തിനിടെ കർണാടക ഫിലിം ചേംബറിന് തുറന്ന കത്തുമായി കമൽഹാസൻ. എല്ലാവരും ഒന്നാണ് എന്ന സന്ദേശം നൽകാനാണ് താൻ ശ്രമിച്ചത്. നടൻ ശിവരാജ് കുമാറിനോടുള്ള സ്നേഹം കൊണ്ടാണ് താൻ ഇങ്ങനെ പറഞ്ഞതെന്നും കമൽഹാസൻ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഭാഷാ വിവാദത്തിൽ കർണാടക ഹൈക്കോടതിയുടെ വിമർശനത്തിന് പിന്നാലെയാണ് കമലിന്റെ ഈ തുറന്ന കത്ത്. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും. ചെന്നൈയിൽ നിന്ന് റഹീസ്, കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി, വലിയ വിമർശനം, വലിയ പരാമർശങ്ങൾ കമലിനെതിരെ ഉണ്ട്. തന്നെയുമല്ല, ഉച്ചയ്ക്ക് ശേഷം ആ ഹർജിയിൽ വിധി പറയാൻ പോവുകയാണ് കോടതി. അതിനിടെയാണ് ഇപ്പോൾ ഈ വിശദീകരണവുമായി അദ്ദേഹം രംഗത്ത് വരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ ശ്രമിക്കുന്നത്? വിജയകുമാർ, കടുത്ത വിമർശനമാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്നും കമൽഹാസനെ നേരിടേണ്ടി വന്നത്. കമൽഹാസൻ ഇരയല്ല എന്ന് കോടതി പറഞ്ഞു. സ്വയം ഒരു കുഴിച്ച കുഴിയിൽ വീഴുകയായിരുന്നു എന്നാണ് കോടതി പറഞ്ഞത്. ഇരയൊക്കെ തനിയെ അദ്ദേഹം അത്തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ കൊണ്ടെത്തിച്ചു എന്ന് കോടതി പറയുന്നു. എന്നിട്ട് പോലീസ് സംരക്ഷണം വേണം, വിലക്കിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് മറ്റൊരാളുടെ സെന്റിമെന്റ്സിനെ ഹർട്ട് ചെയ്യാൻ, അതിനെ വേദനിപ്പിക്കാനുള്ളതല്ല എന്ന് കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ രൂക്ഷമായ ഭാഷയിലാണ് കമൽഹാസനെ വിമർശിച്ചത്. മാപ്പ് പറയാൻ കഴിയില്ല എങ്കിൽ മാപ്പ് പറയൽ മാത്രമാണ് ആവശ്യപ്പെട്ടത്. അതിന് കമൽഹാസന് കഴിയില്ല എന്നുണ്ടെങ്കിൽ ചിത്രം റിലീസ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നീട് കോടതിയെ സമീപിക്കുന്നത് എന്തിനാണ് എന്ന് കൂടി കോടതി ചോദിച്ചിരുന്നു. ഇക്കാര്യത്തിൽ 2:30 ഒരു ഉത്തരവ് വരാനിരിക്കെയാണ് കമൽഹാസൻ ഇപ്പോൾ ഒരു തുറന്ന കത്ത്, അത് കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന് അയച്ചൊരു കത്താണ്, അതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ കത്തിൽ പറയുന്നത് താൻ എല്ലാ ഭാഷകളെയും ബഹുമാനിക്കുന്ന ആളാണ്, തൻ്റെ സുഹൃത്തിനോടുള്ള സ്നേഹം കാട്ടാൻ വേണ്ടി മാത്രമാണ് താൻ അത്തരത്തിൽ ഒരു പരാമർശം അവിടെ നടത്തിയത്. അതിനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയാണ് ചെയ്തത്. ആ സുഹൃത്തിനുണ്ടായ വിഷമത്തിൽ ഖേദമുണ്ട് എന്ന് കമൽഹാസൻ പറയുമ്പോഴും തൻ്റെ പരാമർശത്തിൽ യാതൊരു തരത്തിൽ നിന്നും അദ്ദേഹം പിന്നോട്ട് പോയിട്ടില്ല. സ്നേഹം കൊണ്ട് നടത്തിയ പരാമർശത്തിൽ മാപ്പ് പറയേണ്ട കാര്യമില്ല എന്നാണ് കമൽഹാസന്റെ നേരത്തെ തന്നെയുള്ള നിലപാട്. അതിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. ഒരു തരത്തിലും താൻ മാപ്പ് പറയില്ല എന്ന സന്ദേശം കൂടി അദ്ദേഹം ഈ കത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എല്ലാ ഭാഷകളോടും ബഹുമാനമുണ്ട്, അത്തരത്തിൽ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും 2:30 വരുന്ന വിധി വളരെ പ്രധാനമാണ്. ഒരുപക്ഷെ എന്തായാലും കോടതി ഈ ചിത്രത്തിനുള്ള അനുമതി നൽകുകയും ആ വിലക്ക് നീക്കുകയും ചെയ്യുമെന്ന വിധിയാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. വിജയകുമാർ. യെസ്, എന്തായാലും 2:30 കോടതി വിധി പറയാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഉള്ളടക്കം എന്താകുമെന്ന് നമുക്കറിയില്ല. അതിനിടെയാണ് വലിയ വിമർശനവും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രംഗം തണുപ്പിക്കാനായിരിക്കാം കമൽഹാസൻ ഇപ്പോൾ ഇത്തരം ഒരു തുറന്ന കത്ത്
പുറത്ത് നൽകിയിരിക്കുന്നത്. അതിൽ എല്ലാവരോടും സ്നേഹം മാത്രമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. കോടതി അത് മുഖവിലേക്ക് എടുക്കുമോ എന്നൊക്കെ 2:30 അറിയാം. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കമ്മീഷണർ ഓഫീസിലേക്ക് KSUവിന്റെ പ്രതിഷേധം. കേരള സർവകലാശാല കലോത്സവത്തിനിടെ KSU പ്രവർത്തകർ SFI പ്രവർത്തകർ മർദ്ദിച്ചു എന്നാരോപിച്ചാണ് പ്രതിഷേധം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരുമായി പോലീസ് വാക്കുതർക്കത്തിലേർപ്പെട്ടു. അരുൺ രാജ് വിശദാംശങ്ങൾ നൽകും കൊല്ലത്ത് നിന്ന്. അരുൺ, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? പ്രതിഷേധക്കാരെ പോലീസ് പിരിച്ചുവിട്ടോ? അറസ്റ്റിലേക്കൊക്കെ പോയോ കാര്യങ്ങൾ? വിജയകുമാർ, കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന കേരള യൂണിവേഴ്സിറ്റി കലോത്സവവുമായി ബന്ധപ്പെട്ടാണ് KSU പ്രവർത്തകരെ SFI പ്രവർത്തകർ ആക്രമിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കമ്മീഷൻ ഓഫീസിലേക്ക് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനമടക്കം നടത്തിയത്. കമ്മീഷൻ ഓഫീസിൽ നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇതിന് പിന്നാലെയാണ് പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധവുമായി തെരുവിലേക്ക് നീങ്ങുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ KSUവിന്റെ ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഈ പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ ഈ ചിന്നക്കടയിലേക്കടക്കം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യമാണ് KSU ജില്ലാ നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവും ശക്തമായ സമരത്തിലേക്കും KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് KSU നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും കമ്മീഷൻ ഓഫീസിലേക്കാണ് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത്. കർണാടകയിൽ കാനറ ബാങ്കിൽ വൻ കവർച്ച. വിജയപുര ജില്ലയിലെ മണഗുളി ടൗൺ ബ്രാഞ്ചിൽ നിന്ന് 59 കിലോഗ്രാം സ്വർണ്ണാഭരണങ്ങളും 5.25 ലക്ഷം രൂപയും കവർന്നു. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു മണഗുളി ടൗൺ ബ്രാഞ്ചിലെ കവർച്ച. ജനൽ കമ്പികൾ വളച്ച് അകത്തുകയറിയ കവർച്ചാ സംഘം ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 59 കിലോഗ്രാം പണയ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ഒപ്പം 5,20,000 രൂപയും മോഷ്ടിച്ചു. മെയ് 23 രാത്രിയായിരുന്നു കവർച്ചയെന്നാണ് പോലീസ് നിഗമനം. 24-നും 25-നും ബാങ്ക് അവധിയായിരുന്നു. ബാങ്ക് അധികൃതർ പരാതി നൽകി അന്വേഷണം ആരംഭിച്ചപ്പോഴേക്കും ഏറെ വൈകി. CCTV ഹാർഡ് ഡിസ്ക് അടക്കം മോഷ്ടാക്കൾ കൊണ്ടുപോയി. അന്വേഷണം വഴിതെറ്റിക്കാൻ മന്ത്രവാദം ചെയ്തെന്ന പ്രതീതിയും പ്രതികൾ സൃഷ്ടിച്ചു. നിലവിൽ യാതൊരു തുമ്പും പോലീസിന് ലഭിച്ചിട്ടില്ല. 8 സംഘങ്ങളായി പോലീസ് അന്വേഷണം തുടരുകയാണ്. 24 ചെന്നൈ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതിയിൽ 37 മരണം. 5 ലക്ഷത്തിലധികം പേരെയാണ് മഴ ബാധിച്ചത്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് അറിയിച്ചു. അസമിലും മേഘാലയത്തിലും റെഡ് അലേർട്ടാണ്. അസം, ത്രിപുര, മേഘാലയ, സിക്കിം, അരുണാചൽ പ്രദേശ് തുടങ്ങിയ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ കനത്ത നാശം വിതച്ചു. 5 ലക്ഷത്തിലേറെ പേരാണ് ദുരിതത്തിലായത്. ഏറ്റവും കൂടുതൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അസമിലാണ്. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും അസമിലെ 22 ജില്ലകളെ ബാധിച്ചു. 10,000-ലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. സംസ്ഥാനത്തെ 15 നദികളിൽ ജലനിരപ്പ് ഉയർന്നു. ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായ അസമിലെ ലഖിംപൂർ ജില്ലയിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ സന്ദർശനം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി ഫോണിൽ ബന്ധപ്പെട്ടു. അസമിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി ദുരന്ത നിവാരണത്തിന് കേന്ദ്രത്തിന്റെ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഉറപ്പു നൽകി. മേഘാലയയിൽ 10-ലേറെ ജില്ലകളെ വെള്ളപ്പൊക്കം ബാധിച്ചു. മണിപ്പൂരിലും അരുണാചൽ പ്രദേശിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ്. മണിപ്പൂരിൽ 19,000-ലധികം പേർ ദുരിതത്തിലാണ്. 3,000-ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വിനീത വിജി, 24 ഡൽഹി. മഴയുടെ ശക്തി കുറഞ്ഞിട്ടും ആലപ്പുഴയുടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. കുട്ടനാട് താലൂക്കിലെ സർക്കാർ സ്ഥാപനങ്ങളിലും AC റോഡിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. പുറം ബണ്ട് നിർമ്മിക്കാത്തതും തൊട്ടപ്പള്ളി പൊഴിമുറിക്കൽ വൈകിയതുമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. നടന്നു. എൻ്റെ വണ്ടി കുറച്ച് ദിവസം മുമ്പ് വെള്ളം കയറി പ്രശ്നമായിരുന്നു. വേറെ കുഴപ്പങ്ങൾ നടന്നു വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. സബ് ട്രഷറി ആലപ്പുഴയിലേക്ക് മാറ്റി. അത് വെള്ളം കയറുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് വരാനൊക്കെ ബുദ്ധിമുട്ടല്ലേ, പൊതുജനങ്ങൾക്ക് ഉള്ളു വരുന്നില്ല. അതെ, വെള്ളക്കെട്ടാണ് പ്രശ്നമാണ്. കഴിഞ്ഞ 2 ദിവസമായി ആലപ്പുഴയിൽ മഴ പൂർണ്ണമായും ശമിച്ചിരുന്നു. എന്നിട്ടും കുട്ടനാട് ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ തുടരുകയാണ്. ചമ്പക്കുളം വില്ലേജ് ഓഫീസും മങ്കൊമ്പ് സബ് ട്രഷറിയും വെള്ളത്തിൽ മുങ്ങി. പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷന് പരിസര പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി.
തോട്ടപ്പള്ളി പൊഴിമുറിക്കൽ വൈകിയതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്ന് നാട്ടുകാർ. പുറംബണ്ട് നിർമ്മിക്കുന്നതിലെ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നതിൽ MLA-ക്കെതിരെയും പ്രതിഷേധം. ശക്തമായ പ്രതിഷേധത്തിലാണ്. ഈ പ്രതിഷേധം ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകാൻ പോവുകയാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ റോഡിന്റെ ഉദ്ഘാടനം ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഈ റോഡിന്റെ ഉദ്ഘാടനം നടത്തുവാൻ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയും ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളും ഈ പ്രദേശത്തുള്ള കർഷകരും കർഷകത്തൊഴിലാളികളും അടങ്ങുന്ന സമൂഹം അതിന് തയ്യാറാവുകയില്ല. ഇത്തരം ശക്തമായ പ്രതിഷേധ സമര പരിപാടികളെ ഞങ്ങൾ മുന്നോട്ട് പോകും. 2018 പ്രളയാനന്തരം നിർമ്മിച്ച AC റോഡിലെ പല ഭാഗങ്ങളും വെള്ളത്തിലാണ്. വെള്ളക്കെട്ടിനെതിരെ വള്ളവുമായി കുട്ടനാട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധിച്ചു. ഈ റോഡിൽ ഒരു കാരണവശാലും വെള്ളം കയറുകയില്ല എന്നാണ് പറഞ്ഞത്. പ്രളയത്തിന് ശേഷം പ്രളയത്തിനെക്കാട്ടിൽ അന്നുണ്ടായിരുന്ന വാട്ടർ ലെവലിനെക്കാട്ടിൽ ഉയർത്തി നിർമ്മിച്ച റോഡാണെന്നാണ് അവകാശപ്പെട്ടത്. ശക്തമായ ഒരു കിഴക്കൻ വെള്ളം എക്കലായിട്ട് വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ 4 ദിവസത്തെ മഴ കൊണ്ട് മാത്രമാണ് ഇവിടെ AC റോഡിൽ ഇത്രമാത്രം വെള്ളം കയറിയെന്നുള്ളതാണ് വാസ്തവം. അതൊന്ന് ഈ അധികാരികൾ കണ്ടില്ല എങ്കിൽ അതിശക്തമായ സമരപരിപാടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. വെള്ളക്കെട്ട് മാറുന്നതുവരെ കുട്ടനാട് അമ്പലപ്പുഴ താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ മാറിയിട്ട് കുട്ടനാട്ടിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നതിൽ അതിന്റെ നേർസാക്ഷ്യമാണ് കണ്ടത്. MLA-ക്കും ജനപ്രതിനിധികൾക്കുമെതിരെ പ്രതിഷേധ സ്വരം ഇന്നും നാട്ടുകാർ ഉയർത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്നും ഷിബിൻ ബഷീറിനൊപ്പം YS അഭിനന്ദ്, 24. എറണാകുളം ഞാറയ്ക്കലിൽ കടലിൽ കാണാതായ യമൻ വിദ്യാർത്ഥികൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. കോസ്റ്റൽ പോലീസിന്റെയും മത്സ്യത്തൊഴിലാളികളുടെയും നേതൃത്വത്തിലാണ് തെരച്ചിൽ. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായിട്ടും ബീച്ചിൽ മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തത് സുരക്ഷാ വീഴ്ചയാണ് എന്ന് നാട്ടുകാർ ആരോപിച്ചു. കോയമ്പത്തൂരിൽ നിന്ന് കൊച്ചിയിലെത്തിയ 9 അംഗ വിദ്യാർത്ഥി സംഘത്തിലെ 2 പേരാണ് പുതുവൈപ്പ് വളപ്പ് ബീച്ചിൽ ഇന്നലെ കുളിക്കുന്നതിനിടയിൽ തിരയിൽപ്പെട്ടത്. യമൻ പൗരന്മാരായ ജുബ്രാൻ, അബ്ദുൾ സലാം എന്നിവരെയാണ് കാണാതായത്. കോയമ്പത്തൂർ രത്നം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. സംഘത്തിലെ 8 പേർ യമൻ പൗരന്മാരും ഒരാൾ സുഡാൻ പൗരനുമാണ്. കടൽ പ്രക്ഷുബ്ധമാണെന്ന മുന്നറിയിപ്പ് വിദ്യാർത്ഥികൾക്ക് മത്സ്യത്തൊഴിലാളികൾ നൽകിയിരുന്നുവെങ്കിലും ഭാഷ മനസ്സിലാക്കാതെ കടലിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഇറങ്ങാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുത്ത് ഇവിടെ ആ സമയത്ത് ഇവിടെ മത്സ്യത്തൊഴിലാളികളോട് ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ അവര് അറബി മാത്രം അറിയാവുന്ന പിള്ളേരാണ്. അതുകൊണ്ട് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് മനസ്സിലായില്ല. കൊച്ചിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ഇന്ന് തിരികെ യമനിലേക്ക് പോകാനായിരുന്നു ഇവരുടെ പദ്ധതി. 24 കൊച്ചി. കൊച്ചിയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ടാൻസാനിയൻ നാവികന്റെ മൃതദേഹം കണ്ടെത്തി. കായലിൽ നീന്തുന്നതിനിടെയാണ് അബ്ദുൾ ഇബ്രാഹിം സാലിയേബ് കഴിഞ്ഞ ദിവസം കാണാതായത്. എറണാകുളം വെണ്ടുരുത്തി പാലത്തിൽ നിന്ന് അദ്ദേഹം താഴേക്ക് ചാടുകയായിരുന്നു. 2 ദിവസം നീണ്ടുവന്ന തെരച്ചിലാണ് ഒടുവിൽ മൃതദേഹം കണ്ടെത്തിയത്. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനത്തിനെത്തിയ ശേഷം നാട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് കൊച്ചിയിലെത്തിയത്. തിരുവനന്തപുരത്ത് സ്കൂൾ പ്രവേശനോത്സവ ചടങ്ങിൽ പോക്സോ കേസ് പ്രതിയായ ബ്ലോഗർ മുഖ്യാതിഥിയായതിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ മന്ത്രി. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. പരിപാടിയുടെ സ്പോൺസറാണ് മുകേഷ് എം നായരെ ക്ഷണിച്ചത് എന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. തിരുവനന്തപുരം ഗവൺമെന്റ് ഫോർട്ട് ഹൈസ്കൂളിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രവേശനോത്സവത്തിലാണ് മുഖ്യാതിഥിയായി പോക്സോ കേസ് പ്രതി ബ്ലോഗർ മുകേഷ് എം നായർ പങ്കെടുത്തത്. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമെന്റോ സമ്മാനിച്ചതിനു പുറമെ പ്രസംഗം നടത്തി വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത ശേഷമാണ് മുകേഷ് മടങ്ങിയത്. മുൻ ACP OS സുനിൽ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ സ്കൂളിൽ കഴിഞ്ഞ 3 വർഷമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന JCA എന്ന സംഘടനയാണ് പരിപാടിയിൽ മുകേഷ് നായരെ ക്ഷണിച്ചതെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. ഇങ്ങനെ ഒരു വ്യക്തി നമുക്ക് സ്കൂളിൽ വരുമെന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ അത് കണക്ട് ചെയ്ത് കൊണ്ടുവന്നത് JCI റോയൽ സിറ്റി അതിൻ്റെ അധികൃതരാണ് കൊണ്ടുവന്നത്. ഇതാണ് വാസ്തവം. ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. സെലിബ്രിറ്റി ഗസ്റ്റ് വന്നേക്കുമെന്ന് മാത്രമാണ് പഠനോപകരണങ്ങൾ സ്പോൺസർ ചെയ്ത സന്നദ്ധ സംഘടന അറിയിച്ചതെന്നും മുകേഷിനെതിരെ കേസ് നിലനിൽക്കുന്ന കാര്യം അറിഞ്ഞിരുന്നില്ലെന്നും അധികൃതർ പറയുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അർദ്ധനഗ്നയാക്കി അഭിനയിപ്പിച്ചു എന്നതുൾപ്പെടെയുള്ള പരാതിയിലാണ് മുകേഷ് നായർക്കെതിരെ പോക്സോ കേസെടുത്തത്. കേസിൽ ഉപാധികളോടെ മുകേഷിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. 24 തിരുവനന്തപുരം. രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ്. രോഗബാധിതരുടെ എണ്ണം 4026ആയി. കേരളത്തിൽ 1 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് 5 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ഗുജറാത്തിലും കർണാടകയിലുമായി ഒറ്റ ദിവസം കൊണ്ട് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ തരംഗത്തിൽ ഇതുവരെ 37 മരണമാണ് ആകെ സംഭവിച്ചത്. രാജ്യത്തെ കോവിഡ് വ്യാപനം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. രോഗലക്ഷണങ്ങളുള്ള മുഴുവൻ പേർക്കും കോവിഡ് പരിശോധന നടത്തണം. ചികിത്സാ സംവിധാനങ്ങളുടെ പര്യാപ്തത ആശുപത്രികൾ വിലയിരുത്താനും നിർദ്ദേശമുണ്ട്.
വിദേശ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ JN1 LF7 വകഭേദമാണ് കേരളത്തിലും കണ്ടെത്തിയത്. തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി കൂടുതലാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ. ഗുരുതര രോഗമുള്ളവർ പൊതുവിടങ്ങളിൽ മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ഇറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. രോഗമുള്ളവരെ പരിചരിക്കുമ്പോൾ 2023 ഇറക്കിയ ABC മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. ആശുപത്രികളിൽ ആവശ്യമായ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കണം. കോവിഡ് ലക്ഷണങ്ങളോടെ ചികിത്സയ്ക്കെത്തുന്നവരെ ആന്റിജൻ RT-PCR പരിശോധനകൾക്ക് വിധേയമാക്കണം. രോഗികളുടെ എണ്ണം 1500 അടുത്ത സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പുതിയ സർക്കുലർ ഇറക്കിയത്. കേരളത്തിൽ കേസുകൾ കൂടുന്നതിനൊപ്പം മരണവും സംഭവിക്കുന്നുണ്ട്. ന്യൂമോണിയ അടക്കമുള്ള അസുഖങ്ങളുള്ളവർക്ക് വൈറസ് ബാധയേറ്റാൽ ഗുരുതരമാകാനുള്ള സാഹചര്യമുണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. 1416 ആക്റ്റീവ് കേസുകളാണ് കേരളത്തിൽ നിലവിലുള്ളത്. ജനുവരി മുതൽ ഇതുവരെ 9 മരണങ്ങളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും കോവിഡിനെ കരുതിയിരിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. കനത്ത മഴയെ തുടർന്ന് ഇടുക്കിയിൽ ജില്ലാ ഭരണകൂടത്തിന്റെ വിലക്ക് ലംഘിച്ച് പ്രവർത്തിച്ച അടിമാലിയിലെ സിപ്പ് ലൈനെതിരെ നടപടി. MM മണിയുടെ സഹോദരൻ MM ലംബോദരന്റെ ഉടമസ്ഥതയിലുള്ള ഹൈറേഞ്ച് സിപ്പ് ലൈനാണ് ഉത്തരവ് ലംഘിച്ച് പ്രവർത്തിച്ചത്. 24 വാർത്തയ്ക്ക് പിന്നാലെ ക്രിമിനൽ കേസെടുക്കാൻ ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി നിർദ്ദേശം നൽകി. 24 ഇംപാക്ട്. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും അപകട സാധ്യതയുള്ള മേഖലകളിലെ സാഹസിക വിനോദത്തിന് ജില്ലാ കളക്ടർ ഏർപ്പെടുത്തിയ നിരോധനം തുടരുകയാണ്. ഇത് മറികടന്നാണ് ഇരുട്ടുകാനത്ത് MM ലംബോദരന്റെ ഹൈറേഞ്ച് സിപ്പ് ലൈൻ നിർബാധം പ്രവർത്തിച്ചത്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ദേശീയപാതയോരത്താണ് ഏറെ അപകട സാധ്യതയുള്ള സിപ്പ് ലൈനിന്റെ പ്രവർത്തനം. യാത്രാ നിരോധനം മറികടന്ന് ദേശീയപാതയിലൂടെ 100 കണക്കിന് സഞ്ചാരികളെ സിപ്പ് ലൈനിൽ എത്തിച്ചു. ഇത് 24 വാർത്തയാക്കിയതിന് പിന്നാലെ ജില്ലാ കളക്ടർ അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി. DM ആക്ടിന്റെ വയലേഷനാണ്. DM ആക്ടിന്റെ വയലേഷൻ ആകുമ്പോൾ അവർക്കെതിരായിട്ട് കേസ് എടുക്കും. ആ കേസ് എടുത്തിട്ട് പോലീസ് അന്വേഷിച്ചിട്ട് അതിനെ നമുക്ക് ഫൈൻ ഓർ ഇംപ്രിസൺമെന്റ് ആയിരിക്കും അത് ചെയ്യുന്നത്. സോ അതിന്റെ നടപടി നമ്മൾ പോലീസിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പോലീസ് അതുമായിട്ടുള്ള നടപടിയെടുക്കും. സോ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും. പോലീസ് പരിശോധനയ്ക്ക് ശേഷം പിഴ ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും. ദേശീയപാതയോരത്ത് സിപ്പ് ലൈൻ നിർമ്മിച്ചിരിക്കുന്നത് സർക്കാർ ഭൂമി കയ്യേറിയാണോ എന്നതും പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. രാഹുൽ വിജയൻ, 24, ഇടുക്കി. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കോഴക്കേസിൽ പണം കൈമാറാൻ പരാതിക്കാരൻ അനീഷ് ബാബുവിന് പ്രതികൾ നൽകിയ അഡ്രസ്സിലുള്ളത് തട്ടിക്കൂട്ട് കമ്പനിയെന്ന് കണ്ടെത്തൽ. വിജിലൻസ് പരിശോധനയിലാണ് ബോഡോ കോമഡിറ്റ്സ് ഷെൽ കമ്പനിയാണെന്ന് തെളിഞ്ഞത്. പ്രതികളുടെ നിർദ്ദേശപ്രകാരം കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് 50,000 രൂപയാണ് അനീഷ് ബാബു കൈമാറിയത്. കഴിഞ്ഞ ആഴ്ചയാണ് കൊച്ചിയിൽ നിന്നുള്ള വിജിലൻസ് സംഘം മുംബൈയിലെത്തി പരിശോധന നടത്തിയത്. താനെയിലുള്ള ബോറോ കോമഡിറ്റീസ് എന്ന സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്ക് തട്ടിപ്പ് തുക എത്തിയെന്ന നിഗമനത്തിലായിരുന്നു പരിശോധന. എന്നാൽ കമ്പനി പ്രവർത്തിക്കുന്നത് ഒറ്റമുറിയിലാണ്. തട്ടിപ്പ് തുക സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഷെൽ കമ്പനി എന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. അത് പിന്നെ അവിടെ ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അതൊരു ഷെൽ കമ്പനിയാണ്, ഒരു ചെറിയൊരു റൂമുള്ള കമ്പനിയാണ്. ഞങ്ങൾ അന്വേഷിക്കട്ടെ, ബാക്കി ഭാഗങ്ങൾ ഞങ്ങൾക്ക് അന്വേഷിക്കാനുണ്ട്. കമ്പനിയുടെ ഉടമകളിൽ ഒരാളെ വിജിലൻസ് ചോദ്യം ചെയ്തെങ്കിലും ഇയാൾക്ക് കമ്പനിയെക്കുറിച്ചൊന്നും അറിയില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രതികളിൽ നിന്ന് പിടികൂടിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയെക്കുറിച്ച് E. ശ്രീധരൻ നൽകിയ കത്ത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പരിശോധിക്കുകയാണ്. E. ശ്രീധരൻ ഡൽഹിയിലെത്തി റെയിൽവേ മന്ത്രിയെ കാണും. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും കേന്ദ്ര സർക്കാർ സംസ്ഥാനവുമായി ഈ വിഷയത്തിൽ ആശയവിനിമയം നടത്തുക. വിനീത VG ഡൽഹിയിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നു. വിനീത, എന്താണ് ഇക്കാര്യത്തിലെ കേന്ദ്ര സമീപനം? ഇത് സിൽവർ ലൈൻ ഒരു ബദൽ എന്ന നിലയിലാണല്ലോ E. ശ്രീധരൻ ഈ പദ്ധതി അവതരിപ്പിച്ചത്. അത് സജീവമായി കേന്ദ്രത്തിന്റെ പരിഗണനയിലുണ്ട് എന്നല്ലേ ഈ നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും വിജയകുമാർ, അങ്ങനെ തന്നെയാണ്. അക്കാര്യം ഉൾപ്പെടെ ഇപ്പോൾ കേന്ദ്രം പരിശോധിച്ചു വരികയാണ്. ഫെബ്രുവരി 12-നാണ് ഈ പുതിയ നിർദ്ദേശങ്ങളടക്കമുള്ള ഒരു കത്ത് E. ശ്രീധരൻ കേന്ദ്രത്തിന് കൈമാറിയിട്ടുണ്ടായിരുന്നത്. അതിൽ അദ്ദേഹം ഈ സിൽവർ ലൈനിന് ബദലായി നിർദ്ദേശിക്കുന്ന ചില നിർദ്ദേശങ്ങളടക്കം അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ സ്ഥലമെടുക്കൽ കുറച്ചുകൊണ്ട് ഒരുപക്ഷെ ആകാശപാതയും സമാന രീതിയിലേക്കുള്ള മറ്റ് പാതകളും ഉപയോഗിക്കുകയാണ് എങ്കിൽ ഈ സ്ഥലമെടുക്കൽ സംബന്ധിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നമുക്കൊരു പരിധിവരെ അത് മാറ്റി നിർത്താൻ കഴിയുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാന
പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. ആ നിർദ്ദേശം അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കത്താണ് ഇ ശ്രീധരൻ കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ കത്തിപ്പോൾ കേന്ദ്രം പരിശോധിക്കുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ കത്ത് കേന്ദ്രം പരിശോധിച്ചതിന് ശേഷം ഇ ശ്രീധരൻ ഡൽഹിയിലെത്തി റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും നമുക്കിപ്പോൾ ഒരു റിപ്പോർട്ട് ലഭ്യമാവുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും പദ്ധതിയുടെ തുടർ നടപടികൾ, അത് ഏതൊക്കെ രീതിയിൽ നടപ്പിലാക്കണമെന്നടക്കമുള്ള ചർച്ചകൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഉണ്ടാവുക. അതിന്റെ ആദ്യ പടി എന്ന നിലയിലാണ് ഇപ്പോൾ ഇ ശ്രീധരൻ കത്ത് നൽകിയിരിക്കുന്നത്. ഫെബ്രുവരി 12-നാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. കത്തിലെ വിശദാംശങ്ങളടക്കം വളരെ വ്യക്തമായി തന്നെ കേന്ദ്രം പരിശോധിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഇ ശ്രീധരൻ ഡൽഹിയിലെത്തി നേരിട്ട് കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. യെസ്, ഇ ശ്രീധരൻ ഡൽഹിയിലെത്തി റെയിൽവേ മന്ത്രിയെ കാണും. അപ്പോൾ ഈ സിൽവർ ലൈന് ബദൽ എന്ന നിലയിൽ ഇ ശ്രീധരൻ അവതരിപ്പിച്ച ആ പാത പരിഗണനയിലുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഈ വിഷയം ഉയർന്നു വന്നിട്ടുണ്ടാകണം. അതിൻ്റെ സൂചന കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആ സൂചനയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ കൂടുതൽ ചർച്ചകളുടെ സാധ്യത കേന്ദ്ര സർക്കാർ സജീവമാക്കുകയും ചെയ്യുന്നുണ്ട്. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം പിറവത്തു നിന്ന് കാണാതായ +2 വിദ്യാർത്ഥിക്കായുള്ള തെരച്ചിൽ ഊർജിതമാണ്. ഓണക്കൂർ സ്വദേശി അർജുൻ രഘുവിനെയാണ് കാണാതായത്. മകന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അർജുന്റെ അമ്മ 24-നോട് പറഞ്ഞു. ഇന്നലെ രാവിലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞാണ് വിദ്യാർത്ഥി വീട്ടിൽ നിന്നിറങ്ങിയത്. എന്നാൽ വൈകുന്നേരം അമ്മ ജോലി കഴിഞ്ഞ് തിരിച്ചു വീട്ടിലെത്തിയിട്ടും മകനെ കാണാതായതോടെ സ്കൂളിൽ അന്വേഷിക്കുകയായിരുന്നു. തുടർന്നാണ് അർജുൻ സ്കൂളിലെത്തിയിട്ടില്ല എന്ന വിവരം അറിയുന്നത്. ബന്ധുക്കളുടെ വീട്ടിലും അർജുൻ പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലും അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് പോലീസിൽ പരാതി നൽകി. മകന് മറ്റ് പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ല എന്നും എന്നും സ്കൂളിൽ പോകുന്നത് പോലെയാണ് മകൻ പോയതെന്നും അമ്മ പറഞ്ഞു. സ്കൂളിലേക്കാന്ന് പറഞ്ഞു പോയതായിരുന്നു. രാവിലെ 5 മണിയും കഴിഞ്ഞ് 5:30 വരാതിരുന്നപ്പോഴാണ് ഞാൻ ഒരു ടീച്ചറിനെ വിളിച്ചു നോക്കിയത്. ഇന്നലെ വൈകിയാണോ സ്കൂൾ വിട്ടതെന്ന് അറിയാൻ തുടങ്ങിയല്ലേ ഉള്ളൂ. പക്ഷെ വിളിച്ചപ്പോഴാണ് അറിയണത് അവർ 4:15 സ്കൂൾ വിട്ടായിരുന്നു. അപ്പോൾ ഇവൻ ആബ്സെന്റ് ആയിരുന്നു ഇന്നലെ എന്നറിയണത്. അവനൊരു പ്രശ്നമില്ല, എൻ്റെ കുഞ്ഞിന് എന്നെ പറ്റിയെന്നറിയില്ല. അർജുൻ നല്ല സന്തോഷത്തിലായിരുന്നുവെന്നും ഒരുമിച്ച് സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞിരുന്നുവെന്നും അർജുന്റെ സുഹൃത്തുക്കളും പറയുന്നു. ഞങ്ങൾ ഈ അവധിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് നമുക്ക് പോകാമെന്ന്. അപ്പോൾ അവൻ ഞങ്ങളോട് പറഞ്ഞു രാവിലെ എൻ്റെ വീട്ടിലേക്ക് പോരെ, നമ്മൾക്ക് ഒരുമിച്ച് പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ രാവിലെ അതാണ് ചെന്നത്. അപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ പൊക്കോ, ഞാൻ റെഡി ആയിട്ടില്ലെന്ന് പറഞ്ഞു. എഴുന്നേക്കാൻ വൈകിയെന്ന് പറഞ്ഞു. പക്ഷെ അവൻ്റെ അമ്മ പറഞ്ഞു അവൻ 6 മണി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റായിരുന്നു. വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന യൂണിഫോം മാറ്റി കറുത്ത ടീഷർട്ടും പാന്റും ധരിച്ചു പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇന്നലെ വൈകുന്നേരത്തോടെ പിറവം പേപ്പതിയിൽ ഇറങ്ങിയെന്ന് അർജുൻ വന്ന ബസ്സിലെ കണ്ടക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അർജുന്റെ കയ്യിൽ ഫോണില്ലാത്തതിനാൽ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നും പോലീസ് പറയുന്നു. 24 കൊച്ചി. എറണാകുളം ജില്ലയിൽ റേഷൻ വിതരണം പ്രതിസന്ധിയിൽ. കണയന്നൂർ താലൂക്കിലെ വിവിധ റേഷൻ കടകളിൽ വിതരണത്തിന് അരിയില്ല. വാഹന സൗകര്യമില്ലാത്തതിനാൽ അരി എത്തിക്കാനാകുന്നില്ല എന്നാണ് കരാറുകാരൻ പറയുന്നത്. റേഷൻ കടകളിൽ അരി വിതരണം ചെയ്യുന്ന വാതിൽപ്പടി വിതരണക്കാർ സമരം പിൻവലിച്ച് 1 മാസമായെങ്കിലും എറണാകുളം ജില്ലയിലെ കളമശ്ശേരി, തൃക്കാക്കര എന്നിവിടങ്ങളിൽ റേഷൻ വിതരണം ഇപ്പോഴും പ്രതിസന്ധിയിലാണ്. കരാറുകാർക്ക് ആവശ്യമായ വാഹന സൗകര്യമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. നമ്മുടെ കാക്കനാടുള്ള ഗോഡൌണിൽ നിന്ന് 10 വണ്ടിയിട്ട് ഒരു ദിവസം ഓടിക്കണമെന്നാണ് സർക്കാരുമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ്. അവിടെ 1-2 വണ്ടിയിട്ടാണ് ഓടിക്കണത്. അത് തന്നെ ചില ദിവസം ഡ്രൈവറില്ല എന്ന് പറഞ്ഞ് വിതരണം പല ദിവസവും നടന്നില്ല. ഈ കാർഡുടമകളാണ് ഇതാ അവിടെ നിൽക്കുന്നത്. റേഷൻ മേടിക്കാൻ വന്നിട്ട് അരിയില്ലാത്ത കൊണ്ട് പല പ്രാവശ്യം നടന്നിട്ട് ബുദ്ധിമുട്ടിലായ ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ജില്ലയിലെ 4ഓളം താലൂക്കുകളിലേക്ക് അരി എത്തിക്കുന്നത് ഒരു കരാറുകാരനാണ്. അരി ലഭിക്കാത്തത് മൂലം സാധാരണക്കാരുടെ ജീവിതം ദുരിതത്തിലാണ്. പല വർഷം മാറി മാറി കയറണം. ഇപ്പം ഞാൻ 2-3 റേഷൻ കട കയറി ഇറങ്ങി കഴിഞ്ഞു അരി കിട്ടാൻ വേണ്ടി. ഇത് അരി കിട്ടാതാകുമ്പോൾ ചോദിക്കുമ്പോൾ റേഷൻ കടക്കാർ നാളെ വരും ഇതെന്നാ മാത്രമേ പറയാറുള്ളൂ. ഈ രീതി പോവുകയാണെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയേറെ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നാണ് തോന്നുന്നത്. പ്രതിസന്ധി എത്രയും വേഗം പരിഹരിക്കാൻ ഇടപെടൽ നടത്തിയെന്നാണ് കണയന്നൂർ താലൂക്ക് സപ്ലൈ ഓഫീസറുടെ വിശദീകരണം. വാഹനം കുറവായിരുന്നതുകൊണ്ട് എല്ലാ സ്ഥലത്തേക്കും എത്താൻ പറ്റിയിട്ടില്ല. പിന്നെ മഴയുമായിരുന്നല്ലോ, പരിഹാരമായിട്ടുണ്ട്. ഇന്ന് കളമശ്ശേരി ഭാഗത്തേക്ക് നാളെ മുതൽ ഇന്നുകൊണ്ട് വിതരണം പൂർത്തിയാവും. അരി വിതരണം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കുന്നത് കാത്തിരിക്കുകയാണ് റേഷൻ ഉടമകൾ. കഴിഞ്ഞ ഒരാഴ്ച കാലയേറെയായി കാലാവസ്ഥ മൂലമുള്ള ദുരിതം അനുഭവിക്കുന്നത് വേറെ. ഇത്തരത്തിൽ റേഷൻ കടകളെ മാത്രം ആശ്രയിച്ച് റേഷനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. ഇത്തരം ജീവിതങ്ങളെ പ്രതിസന്ധിയിലാക്കരുത്. അധികാരികൾ കണ്ണു തുറക്കുക. ക്യാമറമാൻ അനൂപിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി. തമിഴ്നാട് പൊള്ളാച്ചിയിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ച മലയാളി പെൺകുട്ടിയെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തി.
പൊന്മുത്തുനഗർ സ്വദേശി അശ്വികയാണ് കൊല്ലപ്പെട്ടത്. പ്രതി പ്രവീൺ കുമാർ പോലീസിൽ കീഴടങ്ങി. കോയമ്പത്തൂരിൽ സ്വകാര്യ കോളേജിലെ 2ാം വർഷ BSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ് അശ്വിക. അശ്വികയുടെ വീടിനടുത്തായിരുന്നു കഴിഞ്ഞ 5 വർഷമായി പ്രതി പ്രവീൺ കുമാർ താമസിച്ചിരുന്നത്. ഇയാൾ പെൺകുട്ടിയോട് നിരന്തരം വിവാഹാഭ്യർത്ഥന നടത്തിയെങ്കിലും ഇത് നിരസിച്ചു. വീടിനടുത്തു നിന്ന് ഇയാൾ താമസം മാറിയിട്ടും ഫോണിൽ വിളിച്ചും മെസ്സേജ് ചെയ്തും ശല്യം തുടർന്നു. കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയം നോക്കി പ്രവീൺ കുമാർ ഇവരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി കുത്തുകയായിരുന്നു. ബഹളം കേട്ട് അയൽവാസികൾ എത്തിയതോടെ ഇയാൾ കടന്നുകളഞ്ഞു. പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിലെത്തിച്ചെങ്കിലും അശ്വികയെ രക്ഷിക്കാനായില്ല. കഴുത്തിനും നെഞ്ചിനുമേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം. 24 ചെന്നൈ. ഹജ്ജ് കർമ്മങ്ങൾ നാളെ ആരംഭിക്കും. തീർത്ഥാടകർ ഇന്ന് രാത്രി മുതൽ മിനായിലേക്ക് നീങ്ങിത്തുടങ്ങും. തിങ്കളാഴ്ച വരെ ഹജ്ജ് കർമ്മങ്ങൾ നീണ്ടുനിൽക്കും. നാളെ ആരംഭിക്കുന്ന ഹജ്ജ് കർമ്മങ്ങൾക്കായി ഇന്ന് രാത്രിയോടെ തന്നെ തീർത്ഥാടകർ തമ്പുകളുടെ നഗരമായ മിനായിലേക്ക് നീങ്ങി തുടങ്ങും. 15 ലക്ഷത്തോളം വരുന്ന വിദേശ തീർത്ഥാടകർക്ക് പുറമെ ആഭ്യന്തര തീർത്ഥാടകരും മക്കയിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. മക്കയിലെ അജിസയിലാണ് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരിൽ ഭൂരിഭാഗവും താമസിക്കുന്നത്. നാളെ രാവിലെ ആകുമ്പോഴേക്കും ഈ തീർത്ഥാടകരെല്ലാം മിനായിലെ തമ്പുകളിൽ എത്തിച്ചേരും. നാളെ മിനായിൽ താമസിക്കുന്ന തീർത്ഥാടകർ വ്യാഴാഴ്ച രാവിലെ അറഫ സംഗമത്തിനായി പോകും. അന്ന് രാത്രി മുസ്ദലിഫയിൽ താമസിച്ച് വെള്ളിയാഴ്ച രാവിലെ മിനായിൽ തന്നെ തിരിച്ചെത്തും. വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ മിനായിലെ ജംറകളിൽ കല്ലേർ കർമ്മം നിർവഹിച്ച് തീർത്ഥാടകർ ഹജ്ജ് കർമ്മങ്ങൾ അവസാനിപ്പിക്കും. ഇന്ത്യയിൽ നിന്നും 1,32,000 തീർത്ഥാടകർ ഹജ്ജിനെത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഹജ്ജ് കമ്മിറ്റി വഴി 16,000 തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത്. അനധികൃതമായി ഹജ്ജ് നിർവഹിക്കുന്നവരെ തടയാൻ പഴുതടച്ച പരിശോധനയാണ് മക്കയിലും പരിസര പ്രദേശങ്ങളിലും നടക്കുന്നത്. മക്കയിൽ നിന്നും ജലീൽ കണമകലം, 24. യുഎസിലെ കൊളറാഡോ ബോൾഡറിലെ പേൾ സ്ട്രീറ്റ് മാളിലുണ്ടായ ആക്രമണം ആസൂത്രിതമെന്ന FBI ഡയറക്ടർ കാഷ് പട്ടേൽ. പിടിയിലായ 45-കാരൻ സാബ്രി സോളിമാനെതിരെ തീവ്രവാദത്തിനെതിരായ വകുപ്പുകൾ ചുമത്തി. ഇസ്രായേൽ അനുകൂല റാലിക്ക് നേരെ സോളിമാൻ സ്ഫോടക വസ്തു എറിയുകയായിരുന്നു. IIT പ്രവേശനത്തിനായുള്ള JEE അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഇത്തവണയും പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന് മിന്നും ജയം. ബ്രില്യൻറ്റിലെ അക്ഷയ് ബിജു ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ 192ാം റാങ്ക് നേടി കേരളത്തിൽ ഒന്നാമനായി. പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന് JEE അഡ്വാൻസ് പരീക്ഷയിൽ കഴിഞ്ഞ വർഷങ്ങളെക്കാൾ തിളക്കമാർന്ന നേട്ടം. ബ്രില്യന്റിലെ അക്ഷയ് ബിജു ദേശീയ തലത്തിൽ 192ാം റാങ്ക് നേടി. കേരളത്തിൽ ഒന്നാമനായി അക്ഷയ് ബിജു മലയാളികളുടെ അഭിമാനമായി മാറി. കേരളത്തിലെ ആദ്യ 10 റാങ്കുകളിൽ 9 നേടിയത് പാലാ ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ്. മഹാദേവൻ സഞ്ജുവാണ് കേരളത്തിൽ 2ാം സ്ഥാനത്ത്. ആദിൽ സായൻ 3ഉം ഗൗതം വാത്യാട്ട് 4ഉം സ്ഥാനത്തെത്തി. മിലൻ ജോസ്, മാഹിർ അലി, ഹരികിഷൻ ബൈജു, ജോഷുവ ജെയ്സൺ, ഹരിത് ശ്യാം എന്നിവരാണ് 5 മുതൽ 10 വരെ സ്ഥാനങ്ങളിൽ. രാജ്യത്തെ IIT-കളിലും NIT-കളിലുമായി ഈ വർഷം മാത്രം 750-ലധികം മലയാളി വിദ്യാർത്ഥികളാണ് പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിലെ പരിശീലനത്തിലൂടെ പ്രവേശനത്തിനായി യോഗ്യത നേടിയത്. കോട്ടയം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ 24-നൊപ്പം ചേരുകയാണ്. ദീപക് ധർമ്മടം VD സതീശനുമായി സംസാരിക്കുന്നു തത്സമയം. വിജയകുമാർ, UDF ക്യാമ്പ് ഇന്നലെ മുതൽ വലിയ ആവേശത്തിലാണ്. ഇന്നലെ വലിയൊരു കൺവെൻഷൻ നടത്തി. UDFന്റെ ക്യാമ്പയിന് നായകത്വം വഹിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ നമ്മോടൊപ്പം ചേരുകയാണ്. സ്വാഗതം. വളരെ സുസ്മേരവദനാണ്. ഇലക്ഷനിൽ വളരെ ഒരു ടെൻഷനും ഇല്ലാതെയാണ് ഫേസ് ചെയ്യുന്നത്. എന്താണ് കാരണം? ഇലക്ഷൻ നമ്മൾ ടെൻഷൻ ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മളൊരു ജോലിയും ചെയ്യാതിരിക്കുമ്പോഴാണ്. നമ്മൾ നല്ല മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 10,000 വോട്ടാണ് ഇവിടെ ചേർക്കപ്പെട്ട പുതിയതായിട്ട്. അതിൽ 8,000 വോട്ട് ചേർത്തത് UDF പ്രവർത്തകരാണ്. ഒരു 1000-ലധികം പ്രവർത്തകർ സജീവമായി തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉണ്ട് ഇവിടെ. പിന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. പിറ്റേ ദിവസം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ തീരുമാനിച്ചു, പ്രഖ്യാപിച്ചു. ഞങ്ങൾ നന്നായിട്ട് മണ്ഡലം പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പൽ തലത്തിലും ബൂത്ത് തലത്തിലും പ്രവർത്തനങ്ങൾ ഭംഗിയാക്കി ഞങ്ങൾ പൂർത്തിയാക്കി. ഞങ്ങളുടെ ആദ്യത്തെ സ്ക്വാഡ് മുഴുവൻ വീടുകളിലെത്തി. എല്ലാ വീടുകളിലും ആ സ്ക്വാഡ് എത്തിയെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. അപ്പോൾ കിട്ടുന്നൊരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, അപ്പോൾ പ്രവർത്തകരുടെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്.
അത് ഞങ്ങൾ അസസ് ചെയ്തു. അപ്പം നല്ല ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ജയിക്കും. ഭൂരിപക്ഷം എത്രയാണെന്ന് ഞാനൊരു രണ്ടാം ഘട്ടം കൂടി അടുത്ത ഒരു സ്കോഡ് കൂടി കഴിയുമ്പോൾ ഭൂരിപക്ഷം എത്രയെന്ന് കൂടി പറയാം. ഉറപ്പായും അങ്ങെടുത്ത സ്റ്റാൻഡിന് കിട്ടിയ ഒരു വലിയ സ്വീകാര്യതയുണ്ട്. കാരണം PV അൻവറിന്റെ കാര്യത്തിൽ അങ്ങെടുത്ത നിലപാടാണ് പൊതുവിൽ ശരിയായ നിലപാടെന്ന് ഇപ്പോൾ തെളിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ നിൽക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ തൃണമൂൽ പത്രിക തള്ളുകയും ചെയ്തു. ഈ അൻവർ ഫാക്ടർ നിലമ്പൂരിൽ എങ്ങനെയാണ്? അല്ല, ഞാൻ എടുത്ത ഒരു നിലപാടല്ല അത്. ഞാൻ UDF യുനാനിമസായി എല്ലാ ഘടകകക്ഷികളും കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും എല്ലാവരും ചേർന്ന് എടുത്ത ഒരു തീരുമാനം. UDF ചെയർമാൻ എന്നുള്ള നിലയിൽ എന്നെ ചുമതലപ്പെടുത്തി. ഞാനത് പറഞ്ഞു. ഞങ്ങൾ അവരുമായിട്ടൊന്ന് തർക്കിക്കാനോ ഒരു രാഷ്ട്രീയത്തിൽ എന്തുമാത്രം ആരോപണങ്ങൾ എനിക്കെതിരെ ഉന്നയിച്ചു. എനിക്ക് വേണമെങ്കിൽ തിരിച്ചു പറയാമല്ലോ, രാഷ്ട്രീയം അങ്ങനെയല്ലേ. ഞാൻ ആ രാഷ്ട്രീയത്തെ അങ്ങനെ വഷളാക്കാൻ ശ്രമിച്ചില്ല. ഞങ്ങൾ രണ്ട് വാചകം പറഞ്ഞത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ UDFൻ്റെ അസോസിയേറ്റ് മെമ്പറാക്കാം. ഈ 2 വാചകമാണ് എല്ലാ UDF നേതാക്കളും പറഞ്ഞത്. അത് അവസാനത്തെ UDF യോഗം ഒരു തീരുമാനമെടുത്തു. അങ്ങനെ ഇതിനൊരു അൺഎൻഡിങ് ആയിട്ട് ഇത് പോകേണ്ട, അനിശ്ചിത്വം വേണ്ട, ഈ തീരുമാനം ഔദ്യോഗികമായി UDF കൺവീനർ അറിയിച്ചു. എന്നിട്ട് വീണ്ടും ചെയ്താൽ ആ വാതിലങ്ങ് അടച്ചേക്കാൻ എന്നോട് പറഞ്ഞു UDF നേതൃത്വം. അപ്പോൾ അത് ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആ വാതിൽ അടച്ചു. ഇനി ചർച്ചയില്ല. ചർച്ചയില്ല എന്നുള്ള ഉറപ്പാണ്. ചർച്ചയുടെ വാതിൽ അടച്ചു. മറ്റൊന്ന് അങ്ങ് ടാർഗറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ്. അൻവർ ടാർഗറ്റ് ചെയ്തത് അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ആര്യാടൻ ഷൗക്കത്തിലേക്ക് ടാർഗറ്റ് വരുന്നത്. അല്ല, അത് സാധാരണയില്ല. ഞാനതിന് മറുപടി പറയാൻ പോയില്ല. കാരണം അസംബ്ലിയിൽ 150 കോടി രൂപ മീൻവണ്ടിയിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മറുപടി പറഞ്ഞില്ല. ഞാനത് മുഖ്യമന്ത്രിയോടാണ് ചോദിച്ചത്. ഇതുപോലത്തെ ഒരു ആരോപണം, കാരണം മന്ത്രിമാർ, സ്പീക്കർ എല്ലാവരും ഇരുന്ന് ചിരിക്കുക, അംഗങ്ങളെല്ലാം. ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, ഇതുപോലത്തെ ഒരു ആരോപണം ഉന്നയിക്കാൻ അനുവദിച്ച് കൊടുത്ത അങ്ങയെക്കുറിച്ച് ഓർത്തിട്ട് ചിരിക്കണോ കരയണോ എന്ന് എനിക്കറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ ഉന്നയിച്ച ആളെക്കുറിച്ച് അന്നും പറഞ്ഞില്ല, ഒന്നും. ഇതാണ് പറഞ്ഞത്. അപ്പോൾ അതെൻ്റെ നിലപാടാണ്. പിന്നെ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മളെ ആളുകൾ വിമർശിക്കും, നമുക്കെതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കും, നമ്മളെക്കുറിച്ച് മോശമായ വാക്കുകൾ പറയും. അതൊക്കെ കേട്ട് ചാടി പുറപ്പെട്ട് അതേ ഭാഷയിൽ സംസാരിക്കാൻ പോകാൻ പാടില്ല. നമ്മൾ ഇരിക്കുന്ന സ്ഥാനത്തിന് ഒരു മഹത്വമുണ്ട്. എത്രയോ മഹാരഥന്മാർ ഇരുന്ന സ്ഥാനത്ത് നിയോഗം കൊണ്ട് ഇരിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ എന്തെങ്കിലും മോശമായിട്ട് ഈ കസേരയിൽ നിന്ന് പറഞ്ഞാൽ അവരുടെ പേരിനത് കളങ്കം ചാർത്ത് ഞാൻ പറയില്ല. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്തൊരു ലെഗസിയാണ് UDFന്. നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു മഹാരഥന്മാരുടെ ഒരു പിന്നരക്കാരുണ്ട് എൻ്റെ പുറകിൽ. ഞാൻ അവരെയൊക്കെ ആദരവോടുകൂടി ബഹുമാനത്തോടു കൂടി ഓർക്കുന്ന ആളാണ് ഓരോരുത്തരെയും. അവരെയൊന്നും പേരിന് കളങ്കം ചാർത്തില്ല. UDFനൊരു മാനമുണ്ട്, UDF പ്രവർത്തകരുടെ കൂടി മാനമാണ്. ആ മാനത്തിനൊരു പോറലേൽപ്പിക്കാൻ ഞങ്ങൾ അൻവർ ഇപ്പോഴത്തെ സ്ട്രാറ്റജി പ്രകാശിന്റെ കുടുംബത്തിൽ പോയി കാണുന്നു, പ്രകാശിന്റെ കുടുംബം തന്നോടൊപ്പമാണെന്ന് പറയുന്നു, ആര്യാടൻ ഷൗക്കത്ത് ഇതുവരെ പോയില്ല എന്ന് പറയുന്നു. ഇതെങ്ങനെയാണ് UDF നേരിടുന്നത്? ഇതൊക്കെ ഓരോ ദിവസത്തെ വാർത്തയല്ലേ. പ്രകാശിന്റെ ഭാര്യ എന്താ പറഞ്ഞത്? പ്രകാശിന്റെ ഭാര്യ പറഞ്ഞത് കോൺഗ്രസിന്റെ മൂവർണ്ണ പതാക പുതച്ച് കിടന്നുകൊണ്ടാണ് മരിച്ചത് പ്രകാശ്. ജീവിതാവസാനം വരെ ആ പ്രകാശിന്റെ കോൺഗ്രസ് ആയിരിക്കും. അതിനേക്കാൾ വലിയ മറുപടി ഞാൻ പറഞ്ഞ അതിനേക്കാൾ വലുതാവുമോ? അതിനേക്കാൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ മറുപടി കേട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം പ്രകാശ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞങ്ങൾ സമകാലികരാണ്. ഒരേ കാലത്ത് KSU പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വേർപെട്ട് പോയ ഒരാളാണ്. അയാളുടെ ഭാര്യ, അയാളുടെ ആത്മാവ് വരെ എത്ര സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നുണ്ട് അയാളുടെ ഭാര്യ. ഞാൻ അവർ പറയുന്നത് കേട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി എന്ന് ഞാൻ പ്രകാശിൻ്റെ ഭാര്യയോട് പറഞ്ഞു. അതാണ് കോൺഗ്രസ്. മനസ്സിലായ? ഒരാൾക്കും കോൺഗ്രസ് തകർക്കാൻ പറ്റില്ല. അതാണ് കോൺഗ്രസ് എന്നുള്ള വികാരം. ഈ ഷൗക്കത്തിന്റെ വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പല ഘടകങ്ങളുണ്ട്. ഒന്ന്, അൻവർ ഫാക്ടർ UDFനെ ബാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ചില വോട്ടുകളെങ്കിലും പിടിക്കുമെന്ന അഭിമാനത്തോടെ അയാൾ വീണ്ടും പറയുന്നു. അല്ല, എല്ലാ കാര്യത്തിലും നമുക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഫൈറ്റ്. ഇത് UDFും LDFും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടമാണ്. കഴിഞ്ഞ 9 വർഷമായി കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിനെ നിലമ്പൂരിലെ ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന ദിവസങ്ങളാണ്. അതിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അഭിഭാഷകരാണ് ഞങ്ങൾ. ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ്റിനെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന അഭിഭാഷകരാണ് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. മനസ്സിലായില്ലേ? അതാണ് ഞങ്ങളുടെ റോള്. പൊളിറ്റിക്കൽ ഫൈറ്റാണ്. കാരണം 2026 തെരഞ്ഞെടുപ്പിന് മുമ്പ് 2026 തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വലമായ UDFന്റെ തിരിച്ചുവരവിന് മുന്നോടിയായി നടക്കുന്ന ഇലക്ഷനാണ്. ഇതിൻ്റെ അകത്ത് പൊളിറ്റിക്സ് ആണുള്ളത്. ഇവിടെ രാഷ്ട്രീയ പ്രബുദ്ധരായ ജനതയാണ് നിലമ്പൂരിൽ പ്രത്യേകിച്ച്
മലബാറിൽ തിരുവിതാംകൂറിനേക്കാളും കൊച്ചിയേക്കാൾ കൂടുതൽ രാഷ്ട്രീയ പ്രബുദ്ധരായ ആളുകളുള്ള ഒരു സ്ഥലത്ത് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. അവിടെ വേറെ ഒരു കാര്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഇവിടെ BJPക്ക് പോലും പ്രസക്തിയില്ല. ഏത് മൂന്നാം മുന്നണി എന്ന് പറയുന്ന BJPക്ക് NDAക്ക് പോലും ഇവിടെ ഇറലവൻ്റ് ആണ്. അവർ ഇവിടെ ഡയറക്റ്റ് ഫൈറ്റാണ്. UDFും LDFും തമ്മിൽ ഡയറക്റ്റ് ഫൈറ്റാണ്. ഈ ഫൈറ്റിൽ നിങ്ങൾ കാണുന്ന വിഡി പറഞ്ഞു വലിയ വിജയം നേടുന്നുള്ളത്, അതിൽ കാണുന്ന മാൻഡേറ്റ് എന്തൊക്കെയാണ് അതിന്റെ ഘടകങ്ങൾ? പ്രധാനമായിട്ട് ഒന്ന് സ്ഥാനാർത്ഥിയായിരിക്കാം. ഞങ്ങൾക്കിവിടെ സംഘടനാപരമായ നല്ല മേധാവിത്വമുണ്ട്, ഞങ്ങൾക്കിവിടെ നല്ല വോട്ടുമുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്. ആ പരാജയം എന്തുകൊണ്ടുണ്ടായത്? കഴിഞ്ഞ പ്രാവശ്യം LDF ട്രെൻഡ് കേരളം മുഴുവൻ ആഞ്ഞടിക്കുന്ന സമയത്താണ് 2500-600 വോട്ടിന് ഞങ്ങൾ തോറ്റത്. ചെറിയ അശ്രദ്ധയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തുകൊണ്ടാണ് തോറ്റതെന്ന് ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അത് വിലയിരുത്തി അത് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അസാമാന്യമായ ടീം വർക്കാണ് നടക്കുന്നത്. ഞാൻ എല്ലാ ഇലക്ഷനും നിങ്ങൾക്കറിയാം, പ്രതിപക്ഷ നേതാവാകുന്നതിന് മുമ്പും തെരഞ്ഞെടുപ്പ് ചുമതല പാർട്ടി UDF എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നെ വിസ്മയിപ്പിച്ച് കളഞ്ഞ സംഘടനാ സംവിധാനമാണ് ഇവിടെ UDFനുള്ളത്. കാരണം പറഞ്ഞാൽ ലീഗിന്റെ ഒരു റോള് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം പ്രത്യേകിച്ച് നിലമ്പൂരിൽ ജയിക്കണമെങ്കിൽ ലീഗ് എണ്ണയിട്ട യന്ത്രം പോലെ കൂടെ വേണം. വിഡിക്ക് അതിന്റെ ഒരു ഉറപ്പ് എത്രമാത്രം? അതാണ് വലിയ ഉറപ്പുള്ളത്. അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ആരെയും ചതിച്ചിട്ടില്ല. ഒരാളെ ചതിക്കില്ല. അവർ കൂടെ നിന്ന് ചെയ്യും. അവരാണ് ലീഡ് ചെയ്യുന്നത്, നന്നായിട്ട് ചെയ്യാൻ. അവരുടെ ഒരു ടീമാണ്, മുതിർന്ന നേതാക്കന്മാരുടെ ഒരു ടീം. പിന്നെ ഞങ്ങളുടെ യുവനിരയാണ് കോൺഗ്രസിൻ്റെ യുവനിര. അതിനോട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര യുവനിരയും കൂടി മുസ്ലിം ലീഗ് വിട്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ അങ്ങനെ നോക്കി കാര്യങ്ങൾ ചെയ്യുന്നില്ല, അവരാണ് ചെയ്യുന്നത്. അവർ നല്ല ടീമാണ്. എല്ലാ സ്ഥലത്തെയും വിജയശില്പികളായിട്ടുള്ള ആളുകളാണ്. അവരാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്നത്. എൻ്റെയൊക്കെ പരിമിതമായ റോളാണ് ഇതൊക്കെ നോക്കി കണ്ട്. ഇടുക്കി ഇതൊരു യഥാർത്ഥത്തിൽ ഒരു UDFന്റെ തിരിച്ചുവരവിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ടെസ്റ്റാണിത്. തീർച്ചയായിട്ടും നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഇത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളിത് സെമിഫൈനലാണ് എന്ന് ഞങ്ങൾ ഡിക്ലെയർ ചെയ്തു. ഞങ്ങൾ 100 സീറ്റിലധികം നേടി 2026 അധികാരത്തിൽ വരും. അതിൻ്റെ വലിയ ഒരു പ്രഖ്യാപനമായിരിക്കും നിലമ്പൂര്. അതായത് ഭൂരിപക്ഷം നിങ്ങൾ നോക്കിക്കോ. ഈ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ, ഇതേപോലത്തെ വിവാദങ്ങൾ ഇതുപോലെ മുഴുവൻ സമയം എനിക്കെതിരെ എല്ലാ ദിവസവും പത്രസമ്മേളനമായിരുന്നു പാലക്കാട്. ആദ്യത്തെ ഒരു 5-8 ദിവസം അല്ലേ, അത് കഴിഞ്ഞത് മാറി. എത്ര ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്? ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ 5 ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത്. അപ്പോൾ അതുപോലെ 2021 2600 വോട്ടിന് പിന്നിൽ നിൽക്കുന്നത് അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി മുന്നിലേക്ക് ഭയങ്കരമായി പോകും. ഞാൻ കണക്ക് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു 3-ാം ഘട്ടം 2-ാം ഘട്ടം കഴിയുമ്പോൾ 3-ാം ഘട്ടമാകുമ്പോൾ കണക്ക് പറയാം. കാരണം ഇവിടെ കണക്ക് പറയാൻ വളരെ എളുപ്പമാണ്. കാരണം അത്ര സംഘടനാ സംവിധാനം ഉള്ളതാണ്. എണ്ണി പറയുന്ന പോലത്തെ ഇതാണ്. ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല അത്രയും നല്ല ഒരു വർക്കും ഒരു ടീം വർക്കും വലിയ ഒരു സ്പിരിറ്റാണ് നടക്കുന്നത്. എല്ലാവരുടെയും പ്രസ്റ്റീജാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് ഇറങ്ങിയിട്ടുള്ള ഒരു സംവിധാനം. അവസാനമായി വീഡിക്ക് പ്രേക്ഷകരോട് 24 പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പായിട്ടും മാത്രമല്ല, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ ഞങ്ങളൊരു അവസരമായിട്ടാണ്. 9 വർഷക്കാലമായി സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ, അവരുടെ ദുഷ്ചെയ്തികളെ, കേരളത്തിലെ ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന അവരുടെ സമീപനത്തിനെതിരായി, കേരളത്തിലെ സാമ്പത്തികമായി തകർത്ത ഈ സർക്കാരിന് എതിരായി, അഴിമതിക്കാരായ ഈ സർക്കാരിനെതിരായി, ഇന്ത്യ ഭരിക്കുന്ന ജനങ്ങൾക്കെതിരെ ജനങ്ങളുടെ ഇടയിൽ വർഗീയ വിദ്വേഷം കുത്തിവെക്കാൻ ശ്രമിക്കുന്ന BJPയുമായി രാഷ്ട്രീയ ബാന്ധവത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഈ കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന CPMനെതിരായി ഒക്കെയുള്ള ഒരു വിചാരണയാണ്. കേരളത്തിലെ ജനങ്ങൾ കൂടി, നിലമ്പൂരിന് അപ്പുറത്തുള്ള വോട്ടർമാരല്ലാത്ത ജനങ്ങൾ കൂടി ഇത് ശ്രദ്ധിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾ അങ്ങനത്തെ ഒരു അവസരമാക്കി ഇതിനെ മാറ്റുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ പിന്തുണയും എല്ലാം UDFൽ ഉണ്ടാകണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കും. താങ്ക് യു വിഡി, താങ്ക് യു. തിരക്കിനിടയിലും വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു, നിലമ്പൂരിൽ UDFന് വലിയ വിജയമുണ്ടാകും. അത് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പിന്നീട് പറയാം എന്നുള്ളതാണ് VD സതീശൻ 24നോട് പറഞ്ഞിരിക്കുന്നത്. ക്യാമറാമാൻ രാജേഷ് വളരിക്കൊണ്ടിനൊപ്പം നിലമ്പൂരിൽ നിന്നും ദീപക് ധർമ്മടം 24.